ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺസിലേക്ക് സ്വാഗതം. വൺസിൻ്റെ S4 KTO ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്കാണ് എല്ലാവരും ഈ ഒരു ദിവസം ഉണ്ടാക്കുന്നത്. അതിൻ്റെ കോഡ് എന്ന് പറയുന്നത് CET 206 എന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് സോൾവ് ചെയ്യുന്നത്. മൊഡ്യൂൾ 2ൻ്റെ A പാർട്ടും B പാർട്ടും ഈ വീഡിയോയിൽ നമ്മളിന്ന് കവർ ചെയ്ത് പോകുന്നതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിലുള്ള മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 പാർട്ടായിട്ടാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് A പാർട്ടിലുള്ളത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 വീതം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ടോട്ടലായിട്ട് A പാർട്ട് എന്നൊരു മൊഡ്യൂളിൽ നിന്ന് വരുന്നത് 6 മാർക്കിനുള്ള ചോദ്യമാണ്. പിന്നെ B പാർട്ട് എന്ന് പറയുന്നത് essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ചും കൂടി ലെങ്ത് ആയിട്ടുള്ള കാൽക്കുലേഷനും എല്ലാതും കൂടിയുള്ള ഒരു ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് B പാർട്ടിൽ വരുന്നത്. അതിൽ ഇവർ തരുന്നത് 14 മാർക്കാണ്. പ്ലസ് അതിലൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ 14ഉം 6ഉം ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. അപ്പം മൊത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് ഏകദേശം ഓർ ക്വസ്റ്റ്യൻസും പിന്നെ ഈ പറയുന്ന മറ്റേ നമ്മളുടെ A പാർട്ടിലുള്ള 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസും നമ്മളിന്ന് കവർ ചെയ്യും. അതിൽ മൊഡ്യൂൾ 2ൻ്റെ സിലബസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇൻട്രൊഡക്ഷൻ ടു ഹൈവേ മെറ്റീരിയൽസ്, ഹൈവേ എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ മൊഡ്യൂളിൽ ആദ്യമായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നത്. പിന്നെ പറയുന്നത് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ആൻഡ് ദ ടെസ്റ്റിംഗ് ഓഫ് ദ റോഡ് അഗ്രിഗേറ്റ് ബിറ്റുമിനസ് മെറ്റീരിയൽസ് ആൻഡ് സബ്ഗ്രേഡ് സോയിൽ. അങ്ങനെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഏതിൻ്റെയൊക്കെ ഹൈവേ മെറ്റീരിയൽസിൻ്റെ, അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ഓഫ് റോഡ് അഗ്രിഗേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് റോഡിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ. പല ടൈപ്പിലുള്ള പല ഗ്രേഡുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ചെക്കും അനാലിസിസും എങ്ങനെയാണ് അത് കണ്ടെത്തുന്നത്, ഡിഫറെൻറ്റ് മെത്തേഡ്, അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ബിറ്റുമിനസ് മെറ്റീരിയൽസ് ആൻഡ് സബ്ഗ്രേഡ് സോയിൽ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടെസ്റ്റിങ്ങും ബാക്കി ഡിസൈറബിൾ പ്രോപ്പർട്ടീസും എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് വരുന്നത് രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ് പേയ്മെൻറ്റ്സ് ആണ്. നമ്മൾ 2 ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ്സ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അതാണ് ഈ ഫ്ലെക്സിബിളും റിജിഡും. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും പിന്നെ അതിൻ്റെ ഡിസൈനിലേക്ക് വരുന്നതിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നമ്മൾ ഇതിലിപ്പോൾ പറയുന്നത് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് മാത്രമാണ്. ആ പേയ്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതുണ്ട്. പിന്നെ ഡിസൈൻ ഓഫ് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്, ഈ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൻ്റെ തന്നെ ഡിസൈന് ബൈ CBR മെത്തേഡ് ആൻഡ് IRC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റോഡ് കോൺഗ്രസ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാതും വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഡിസൈനും നോക്കുന്നത്. പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ബിറ്റുമിനസ് പേയ്മെൻറ്റ്, ബിറ്റുമിനസ് ആയിട്ടുള്ള പേയ്മെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ട് A ആണ് വരുന്നത്. പാർട്ട് Aയിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് 3 മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ് പേയ്മെൻറ്റ്സ് എന്നാണ്. ഈ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് എന്താ, റിജിഡ് പേയ്മെൻറ്റ് എന്താണെന്നുള്ളൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നൽകാം. അതായത് നമ്മളിപ്പോൾ ഇന്ന് ഈ കാണുന്ന റോഡുകളിൽ 90% റോഡുകളും ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്സ് ആണ്. അതായത് ബിറ്റുമിനസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ലോഡ് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഫ്ലെക്സിബിലിറ്റി കാണിക്കുന്ന, അതിൻ്റെ സ്ട്രക്ചറിൽ ഒരു ഫ്ലെക്സിബിലിറ്റി കാണിക്കുന്ന തരത്തിലുള്ള പേയ്മെൻറ്റ് വരുന്ന റോഡുകളെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ റിജിഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള മോഷനോ മൂവ്മെൻറ്റോ ഇല്ലാത്ത, നമ്മൾ പറയുന്ന പോലെ വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മോഷനും മൂവ്മെൻ്റ് ഒന്നല്ല, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു മാർജിൻ ഓഫ് എററിൽ കൂട്ടാൻ പറ്റുന്ന അത്ര തരത്തിലുള്ള മൂവ്മെൻറ്റ്സേ വരുന്നുള്ളൂ. റിജിഡ് പേയ്മെൻറ്റിൽ അതുപോലും അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. സപ്പോസ് നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൽ ബിറ്റുമിനസ് ടാറിട്ട റോഡുകൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. റിജിഡ് ആയിട്ട് വരുമ്പോൾ കോൺക്രീറ്റ് ചെയ്ത PCC കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള റോഡുകളാണ് കൂടുതലും റിജിഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ടാറ് നമ്മൾക്കറിയാം, ഇതിൽ യൂസ് ചെയ്യുന്ന ബിറ്റുമിനസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൂടുതലും ഒരു ടൈപ്പ് ഓഫ് എലാസ്റ്റിസിറ്റി കാണിക്കുന്നുള്ളതാണ്, ഒരു ബൈൻഡിങ് സ്റ്റിക്കിനെസ് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടിയും ഒരു എന്താ പറയുക, ചെറിയൊരു കൈൻഡ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചെറിയൊരു കൈൻഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, സെറ്റിൽമെൻറ്റ്, ഇതിനൊക്കെ സാധ്യതയുള്ളൊരു സാധനമാണ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. റിജിഡ് പേയ്മെൻറ്റിന് അങ്ങനെ യാതൊരു തരത്തിലുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ ഇതിൻ്റെ 3 ഡിഫറൻസുകളാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നോട്ട് ചെയ്തിട്ട് 3 ഡിഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ 2 എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് നമുക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാവും 2 തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. പോയിന്റ് ഔട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇവിടെ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ആദ്യം തന്നെ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൻ്റെ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് പോസിബിലിറ്റി ഓഫ് സ്റ്റേജ് ഓഫ് കൺസ്ട്രക്ഷൻ എന്നാണ്. അതായത്
Suppose based on the availability of the fund, initial provide a thick bituminous surface course which can be made thicker later. നമുക്കറിയാം ഇപ്പോൾ ഫണ്ടിന്റെ ഷോർട്ടേജ് അനുസരിച്ചിട്ട് ഇപ്പം പ്രാക്ടിക്കൽ സെൻസിൽ അത് അത്ര പോസിബിൾ അല്ലെങ്കിൽ പോലും അതായത് നമ്മളൊരു റോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു 10-15 വർഷത്തേക്കുള്ള റോഡാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതിൽ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 15 കൊല്ലമൊന്നും എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു വാറണ്ടി അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി നമുക്ക് നൽകാൻ പറ്റില്ല. അത്രയും ഒരു ലൈഫ് അതിന് കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. എങ്കിൽ പോലും അങ്ങനെ ഒരു 10 കൊല്ലത്തേക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. പക്ഷേ എങ്കിൽ പോലും ഒരു പോസിബിലിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇപ്പോൾ ഇനീഷ്യൽ ഫണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു തിൻ ബിറ്റ്യൂമിനസ് സർഫസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പണം അല്ലെങ്കിൽ ഫണ്ട് വരുന്നതിനനുസരിച്ചിട്ട് അതിലേക്ക് തിക്നെസ് ആഡ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ള ഫണ്ടിൻ്റെ അല്ല അവിടെ പറയുന്നത്. നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിന്നായിട്ടുള്ള ഒരു സർഫസിനെ ക്യാൻ ബി മെയ്ഡ് തിക്കർ എന്നുള്ളതാണ്. അതായത് കാലഘട്ടം പോകുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ മേലെ റീടാറിങ് ചെയ്തുകൊണ്ടേ ഇരിക്കാം, അല്ലെങ്കിൽ പാച്ച് വർക്കുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. റിജിഡ് പേയ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേയ്മെന്റിന് മേലെ മറ്റൊരു പേയ്മെന്റ് കൊടുക്കുക അല്ലെങ്കിൽ വേറൊരു ലെയർ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഫ്രിക്ഷനും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ബോണ്ട് ആ കാര്യങ്ങളൊക്കെ കുറച്ച് കുഴപ്പിക്കുന്നൊരിതാവും. അല്ലെങ്കിൽ പിന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോൺക്രീറ്റ് റോഡുകളിൽ ഗ്രൂവ്സ് ഉണ്ടാക്കി പിന്നെ അതിൻ്റെ ഇടയിൽ ഇന്റർലോക്ക് ചെയ്യാൻ വേണ്ടി റീഇൻഫോഴ്സ്മെന്റ് കയറ്റി അങ്ങനെ ഒരുപാട് നൂറ് പ്രോബ്ലംസ് അതിൽ വരുന്നതാണ്. പക്ഷെ ആ പ്രശ്നങ്ങളൊന്നും എന്തിനു വരുന്നില്ല, ഫ്ലെക്സിബിൾ പേയ്മെന്റിന് വരുന്നില്ല. ഒരു ലെയറിന് മേലെ കൂടെ തന്നെ മറ്റൊരു ലെയർ അല്ലെങ്കിൽ വേറൊരു ലെയർ ആഡ് ചെയ്യാൻ പറ്റും. അതിന് സ്റ്റിക്കിനെസ് ഉള്ളത് കൊണ്ടാണ്, ആ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് എന്ത് പറ്റുന്നത്, ഫ്ലെക്സിബിൾ പേയ്മെന്റിന് അത് പറ്റുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിസൈൻ ഓഫ് വീൽ ലോഡ് എന്നുള്ളതാണ്. കമ്പൈൻഡ് എഫക്ട് ഓഫ് ദ വീൽ ലോഡ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോഡ്സ്, മാഗ്നിറ്റ്യൂഡ്സ് ആൻഡ് ദെയർ റെപ്പിറ്റേഷൻ ആൻഡ് ദ ഗ്രോത്ത് റേറ്റ് ഈസ് ടേക്കൺ ഇൻ അക്കൗണ്ട് ദ ഫോം ഓഫ് ക്യുമുലേറ്റീവ് സ്റ്റാൻഡേർഡ് ആക്സിൽസ്. ക്യുമുലേറ്റീവ് സ്റ്റാൻഡേർഡ് ആക്സിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ റോഡിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ ട്രെയിലേഴ്സ് പോലുള്ള വണ്ടികൾ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനത്തെ വണ്ടികൾ ഇത്ര വന്നാൽ അല്ലെങ്കിൽ അത്ര ആക്സിലുള്ള വണ്ടികൾ വന്നാൽ അങ്ങനത്തെ ഇത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ക്യുമുലേറ്റീവ് സ്റ്റാൻഡേർഡ് ആക്സിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആക്സിൽ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള വണ്ടികളെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ഡിസൈൻ ചെയ്യുന്നത് വീൽ ലോഡ് ബേസ് ചെയ്തിട്ട്. വീൽ ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വരും, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോഡുകൾ വരും. വണ്ടീൻ്റെ വെയിറ്റ്, അതിൻ്റെ മേലുള്ള ഡെഡ് ലോഡ് ആവാം അല്ലെങ്കിൽ ലൈവ് ലോഡ് ആവാം, പിന്നെ അത് എത്ര മാഗ്നിറ്റ്യൂഡിൽ വരുന്നുണ്ട്, ആ വരുന്ന വണ്ടികൾ അല്ലെങ്കിൽ അത്രയും വരുന്ന വണ്ടികൾ എത്ര തവണ ആ റോഡിലൂടെ പോകും, അതാണ് ഈ റിപ്പീറ്റേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ പോകുന്നുണ്ട്, ഒരു ദിവസം തന്നെ എത്ര തവണ റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. ഇനി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് കാലക്രമേണ അതിന് വരുന്ന വർധനവ് എത്രയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വണ്ടി നിരത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രോത്ത് റേറ്റ് എത്രയാണ്, ഇതെല്ലാതും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ മൂന്നാമത് വരുന്നതാണ് functional evaluation can be done at a desired interval and do restoration and resurface by thin bituminous layer. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിന്നായിട്ടുള്ള ബിറ്റ്യൂമിനസ് സർഫസിനെ തിക്കറായിട്ട് മാറ്റാം. ആദ്യം നമ്മളത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് പോസിബിലിറ്റി ഓഫ് സ്റ്റേജസ് ഓഫ് കൺസ്ട്രക്ഷൻ, അതായത് അവൈലബിലിറ്റി ഓഫ് ഫണ്ടിൻ്റെതായിട്ട് പല സ്റ്റേജിലായിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ നടത്താമെന്നുള്ളതാണ്. പക്ഷേ റിജിഡിൽ അങ്ങനെ പറ്റില്ല. റിജിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രം തുടക്കം തൊട്ട് ഒടുക്കം വരെ കംപ്ലീറ്റ് ആയിട്ട് ആ ഫിനിഷിങ് ചെയ്ത് എത്ര തിക്നെസ് ആണോ അത്ര തിക്നെസ്സിൽ ആ കോൺക്രീറ്റ് കംപ്ലീറ്റ് ഇട്ടിട്ട് ഫിനിഷിങ് ചെയ്താൽ മാത്രമേ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പകുതി ഒന്ന് കോൺക്രീറ്റിന് തിക്നെസ് കുറഞ്ഞോ അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ റോഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്ട്രക്ചറൽ ഡാമേജുകൾ പിന്നെ കൂടുതലുകൾ ഉണ്ടാക്കാൻ തുടങ്ങും, അതിന് മെയിൻ്റനൻസ് പിന്നെ കൂടുതൽ വരും. അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഈ ഒരു പോയിന്റിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഫങ്ഷണൽ ഇവാലുവേഷൻ. അതിന് നിരന്തരമായിട്ട് നമ്മൾ അതിൻ്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കാൻ പറ്റും. അത് സർവീസിന് യോഗ്യമാണോ, ഒരു വണ്ടി പോകാൻ എത്രത്തോളം സുഖകരമാണ്, അതിൻ്റെ ഫങ്ഷൻ, ഏത് റോഡാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ പോകാൻ പറ്റിയിട്ടില്ല, കുണ്ടും കുഴികളും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഫങ്ഷൻ നിർവഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു ഇവാലുവേഷൻ നടത്താനും അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ഇൻ്റർവെൽസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീസ്റ്റോറേഷനും റീസർഫസിങ്ങും ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ പാച്ച് വർക്കുകൾ എന്തൊക്കെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. അതിന് അത്ര കോസ്റ്റ് വരുന്നില്ല കമ്പയർഡ് ടു റിജിഡ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. കാരണം കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ടാണ് അത് പോകുന്നത്.
പിന്നെ നാലാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രക്ചറൽ ഇവാലുവേഷൻ ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ആൻഡ് ക്യാൻ ബി സ്ട്രെങ്തൻഡ് ബൈ ദ ലെയർ ഓഫ് ഓവർലേസ്. ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫങ്ഷണൽ ഇവാലുവേഷൻ്റെ ബേസിസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്ട്രക്ചറൽ ഇവാലുവേഷൻ്റെ ബേസിസിലാണ്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഏകദേശം ഒരേ സാധനം തന്നെയാണെന്നുണ്ടെങ്കിലും പല പല സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൻ്റെ ബേസിസിലാണ് അത് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് മാർക്കിൻ്റെ ബേസിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് റിജിഡ് ആയിട്ടുള്ള ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിജിഡ് പേയ്മെൻറ്റിൻ്റെ ആണ്. റിജിഡ് പേയ്മെൻറ്റിന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് മറ്റേതിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഡു നോട്ട് ഗെറ്റ് ഡിറ്റോറിയേറ്റഡ് അണ്ടർ വെറ്റ് വെതർ കണ്ടീഷൻ ആൻഡ് വെൻ എക്സ്പോസ്ഡ് ടു സ്റ്റാഗ്നന്റ് വാട്ടർ. സ്റ്റാഗ്നന്റ് വാട്ടർ അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വെറ്റായിട്ടുള്ള കണ്ടീഷനിൽ റിജിഡ് പേയ്മെൻറ്റിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല. അപ്പം നമുക്ക് മനസ്സിലാവും, ഇപ്പം നോർമലായിട്ടുള്ള ഒരു ടാറിട്ട റോഡാണെന്നുണ്ടെങ്കിൽ മഴക്കാലമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുണ്ടും കുഴികളും കൂടാനുള്ള സാധ്യത കൂടും. എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടാറും ആ വെള്ളവും തമ്മിൽ യാതൊരു തരത്തിലും മിക്സ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. എങ്കിൽ പോലും ആ വെള്ളത്തിൻ്റെ സീപ്പേജ് ഈ ടാറിൻ്റെ ഇടയിലുള്ള അല്ലെങ്കിൽ ബിറ്റുമിനസ് ആയിട്ടുള്ള ബൈൻഡിങ് മെറ്റീരിയൽസിൻ്റെ ഇടയിൽ വിടവ് വരുത്തുന്നതും അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആ കാരണം കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, റിജിഡ് പേയ്മെൻറ്റിന് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. കോൺക്രീറ്റ് ആയതുകൊണ്ട് സീപ്പേജിൻ്റെ ഒരു വിഷയമൊന്നും വരാത്തത് കൊണ്ട് തന്നെ വെറ്റ് വെതർ കണ്ടീഷനിൽ സ്റ്റേബിളായിട്ട് നിൽക്കും. അതുപോലെ തന്നെ എത്രയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് എല്ലാവർക്കും അറിയാലോ, മറ്റേ കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ എത്രത്തോളം അത് വാട്ടർ ക്യൂറിങ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു സ്ട്രെങ്ത് കമ്പാരിറ്റീവ്ലി അതിൻ്റെ സ്ട്രെങ്ത് കൂടാനുള്ള സാധ്യതയാണ്. സ്റ്റാഗ്നന്റ് വാട്ടറിൽ ഇതാകുന്നില്ല. ബേസിക് ആയിട്ട് നമ്മളൊരു പേയ്മെൻറ്റിൻ്റെ കേസ് പറയുമ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെറ്റ് റോഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു സുലഭമായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. നമുക്ക് ഏറെ അധികം മഴ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ പോലും ഇപ്പോൾ കുറേ ദിവസങ്ങളിലായിട്ട് മഴയുടെ ഒരു അല്ലെങ്കിൽ ക്ലൈമറ്റിൻ്റെ ഒരു ചേഞ്ച് അത് വരുന്നുണ്ട്. എങ്കിൽ പോലും വളരെയധികം മഴ ലഭിച്ചിരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഈ റോഡിൽ നടക്കുന്ന ആക്സിഡൻസുകൾ കൂടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ മഴ കൊണ്ട് അല്ലെങ്കിൽ റോഡിൻ്റെ ശോചനീയാവസ്ഥ, വെള്ളം കയറിയിട്ടും വെള്ളം കെട്ടി നിന്നിട്ടും ടാർ ഇളകി പോയിട്ടുണ്ടാകുന്ന കുറേ അപകടങ്ങളോ എല്ലാതും ഉണ്ട്. അങ്ങനത്തെ കണ്ടീഷൻസൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഈ റിജിഡ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇട്ടിട്ടുള്ള PCC ഇട്ടിട്ടുള്ള പേയ്മെൻറ്റിന് കുറച്ചും കൂടി താല്പര്യം കൂടിയിരുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കണ്ടീഷനിൽ അവർ ഉറപ്പ് നൽകുന്ന ഒരു സ്റ്റെബിലിറ്റിയാണ്. അല്ലെങ്കിൽ വണ്ടിക്ക് കൊടുക്കുന്ന ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഇപ്പോൾ സഡനായിട്ട് വെറ്റായിട്ടുള്ള ഒരു കോൺക്രീറ്റ് റോഡ് കൂടെ പോവുകയാണെങ്കിൽ പോലും നമ്മൾ സഡനായിട്ട് ഒരു ബ്രേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി തെന്നാതെ തന്നെ നിർത്താനുള്ള ഒരു കേപ്പബിലിറ്റി റിജിഡ് പേയ്മെൻറ്റ്സിനുണ്ട്. അത് അത്രയും തന്നെ നമുക്ക് ഇതിന് കാണാൻ പറ്റുന്നില്ല. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബിറ്റുമിനസ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പേയ്മെൻറ്റ്സിനൊന്നും കാണാൻ സാധിക്കാറില്ല. പിന്നെ രണ്ടാമത് വരുന്നതാണ് സർവീസ് ലൈഫ് കുഡ് ബി 30 years or more. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കോൺക്രീറ്റ് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹൈ ലൈഫ് സ്പാനുകൾ 30 years ഒക്കെ കിട്ടും. അത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ്. ഇൻ കേസ് അതിൻ്റെ മെയിൻ്റനൻസ് ആണെങ്കിൽ പോലും പീരിയോഡിക് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കോസ്റ്റും ലോ ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ രണ്ട് മെയിൻ ആയിട്ടുള്ളൊരു കണ്ടീഷനും കൂടി ഉണ്ട്. ലൈഫ് സ്പാൻ കൂടുതലാണ്, ലോ മെയിൻ്റനൻസ് കോസ്റ്റ്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റിലുള്ള ഹൈക്ക് മാത്രമാണ്. അത് വളരെയധികം കൂടുതലാണ് മറ്റതിനേക്കാൾ എന്നുള്ള ആ ഒരു കണ്ടീഷൻ വെച്ചതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പലരും ആ ഒരു ടൈമിൽ റിജിഡ് പേയ്മെൻറ്റിലേക്ക് പോകാതിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി പ്രസക്തമായിട്ടുള്ളതും കുറച്ചും കൂടി എക്കണോമിക് ആയിട്ടുള്ളതും റിജിഡ് പേയ്മെൻറ്റ്സ് ആണ്. 30 years ഒക്കെയാണ് പറയുന്നത്. മറ്റേ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-15 വർഷത്തിന് മേലേക്ക് ഒന്നും കിട്ടാറില്ല. ഈ 15 വർഷത്തിലെ 15 മഴ അല്ലെങ്കിൽ കാലം തെറ്റിയിട്ടുള്ള മഴയും പിന്നെ ചൂടൊക്കെ ആയി വരുമ്പോഴേക്കന്നെ വളരെ എന്താ പറയുക ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിറ്റോറിയേഷൻ നടക്കാറുണ്ട്. പിന്നെ അത് സർവീസിന് യോഗ്യമാവില്ല. ഈ പാച്ച് വർക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ പീരിയോഡിക് ആയിട്ടുള്ള നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫങ്ഷണൽ ഇവാലുവേഷനിൽ റീസ്റ്റോറേഷനോ റീസർഫസിങ്ങും ചെയ്യാന്നുള്ളത്. പക്ഷേ ഈ റീസ്റ്റോറേഷനോ റീസർഫസിങ്ങിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ റോഡിൻ്റെ കംഫേർട്ട് വല്ലാണ്ട് കുറയ്ക്കും. അപ്പോൾ ഒരു പരിധിയിലപ്പുറം റീസ്റ്റോറേഷൻ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ റീസ്റ്റോറേഷൻ ആവുന്നില്ല. നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഒരു മുറിവുണ്ടായി ആ മുറിവിൻ്റെ പാട് അവിടെ അവശേഷിക്കുന്ന പോലെ തന്നെയാണ് അത് ഒരു പെർഫെക്ഷൻ കിട്ടില്ല.
പിന്നെ പറയുന്നത് ലൈഫ് സൈക്കിൾ കോസ്റ്റ് എന്ന് പറയുന്നത് മച്ച് ലോവർ ആണെന്നുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം കൊണ്ട് തന്നെ പീരിയോഡിക് മെയിൻ്റനൻസ് വളരെ കുറവാണ്. പിന്നെ അതുകൊണ്ട് ഉണ്ടാകുന്ന ഡിറ്റോറിയേഷൻ വളരെ കുറവാണ്. ആ കാരണങ്ങൾ കൊണ്ടൊക്കെ ലൈഫ് സൈക്കിൾ കോസ്റ്റ് വളരെ കുറവാണ്. പിന്നെ ടോട്ടൽ തിക്നെസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ അഗ്രിഗേറ്റ് റിക്വയർഡ് ആർ ലോവർ, പെർട്ടിക്കുലർലി ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ വീക്ക് സോയിൽ ആൻഡ് ഹെവി ട്രാഫിക്. അതായത് ടോട്ടൽ തിക്നെസ്സും ക്വാണ്ടിറ്റി ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറവാണ്. ഈ ക്വാണ്ടിറ്റി ഓഫ് അഗ്രിഗേറ്റ് കുറവാകാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അഗ്രിഗേറ്റ്സ് എല്ലാതും കൂടിയും വെറുതെ ഒന്ന് ഒട്ടിച്ച് നിർത്താൻ വേണ്ടി മാത്രമാണ് ബിറ്റുമെൻ യൂസ് ചെയ്യുന്നത്. ബിറ്റുമെൻ്റെ അളവ് അവിടെ സത്യം പറഞ്ഞാൽ കുറവാണ്, അഗ്രിഗേറ്റ്സ് ആണ് കൂടുതലുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് അഗ്രിഗേറ്റ്സിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നുണ്ട്? കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നുണ്ട്, ഐ മീൻ സിമെൻറ്റ് മിക്സ് ചെയ്യുന്നുണ്ട്. സിമെൻറ്റിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെ അഗ്രിഗേറ്റ്സിൻ്റെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഇതിന് പ്രൈസ് കുറയ്ക്കാം എന്നുള്ളതാണ് പറയുന്നത്. കൺസ്ട്രക്ഷൻ ഓൺ വീക്ക് സോയിലും ഹെവി ട്രാഫിക്കിലും ഒക്കെ ഇത് സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. പിന്നെ നല്ല നൈറ്റ് വിസിബിലിറ്റി ഈവൻ അണ്ടർ ദ വെറ്റ് കണ്ടീഷൻ. ഈ രാത്രി യാത്രകളിലൊക്കെ എന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് പേയ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ വിസിബിലിറ്റി നല്ലോണം ഉണ്ടാവും. അതായത് ഇപ്പോൾ ആ റോഡിൻ്റെ മേലെ എന്തെങ്കിലും കിടക്കുകയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിലും വേർതിരിച്ചറിയാനും പെട്ടെന്ന് കാണാനൊക്കെ പറ്റും. അത് സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടിതിലും ഉൾപ്പെടുത്താവുന്നതാണ്. ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിലും അത് ഉൾപ്പെടുത്താവുന്നതാണ്. ആ രണ്ട് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ആണ് പോകുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ദ സ്റ്റെപ്പ് ഇൻവോൾവ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബിറ്റുമിനസ് പേയ്മെന്റ്. ബിറ്റുമിനസ് പേയ്മെന്റ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം പറയാനുള്ളത് ക്ലീനിങ് അപ്പ് ദ കറണ്ട് ബേസ് കോഴ്സ് ലെയർ ടു പ്രിപ്പയർ ദ കറണ്ട് സർഫസ്. അതായത് എവിടെയാണോ നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കുന്നത് ആ കറണ്ട് ആയിട്ടുള്ള ലെയേഴ്സിനെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി തന്നെ ക്ലീൻ ചെയ്ത് എന്തെങ്കിലും തരത്തിലുള്ള കൊറോഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോട്ട് ഹോൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയതിന് ശേഷം വേണം അതെന്ത് ചെയ്യാൻ. അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സ്ഥലം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ പറയുന്നത് പ്രീമിക്സ് ചിപ്പിങ്സ് ആർ യൂസ് ടു ഫിൽ ദ ഇംപെർഫെക്ഷൻസ് അറ്റ് ലീസ്റ്റ് എ വീക്ക് ബിഫോർ ദ സർഫസ് കോഴ്സ് ഈസ് ലെയ്ഡ്. അതായത് സർഫസ് കോഴ്സ് ലെയ്ഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ മറ്റേ ബിറ്റുമിനസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ലേ ചെയ്യുന്നതിന് മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പ്രീമിക്സ് ചിപ്പിങ്സ് എന്ന് പറയും. അതായത് എന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി തന്നെ ഒന്നില്ലെങ്കിൽ നമ്മൾ പഴയ റോഡ് പൊളിച്ചെടുക്കില്ലേ, ആ പൊളിച്ചെടുത്ത ചിപ്പ് ചെയ്തെടുത്ത ആ സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ അതിന് സ്പെഷ്യലായിട്ടുള്ള മെറ്റീരിയൽസ് വേറെയും കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ മാതിരി തന്നെ ചിലപ്പോൾ കോറി വേസ്റ്റുകൾ, ലാൻഡ് ഫില്ലിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഹൈ കംപ്രസിബിലിറ്റി ഉള്ള മറ്റേ കോൺക്രീറ്റിൻ്റെ ചങ്ക്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് പൊടിച്ച് ചിപ്പ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് എന്ത് ചെയ്യണം? ഇംപെർഫെക്ഷൻസ്, അതായത് ഇപ്പോൾ ഒരു സർഫസിലുള്ള ഇറഗുലാരിറ്റീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്തിട്ട് ലെവൽ ചെയ്യണം. ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അതിന് പ്രീമിക്സ് ചിപ്പിങ്സും യൂസ് ചെയ്യാം. അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് യൂട്ടിലൈസിങ് ടക്ക് കോട്ടൺ. അതായത് പ്ലേസ്മെന്റ് ഓഫ് ദ അസഫാൾട്ട് കണ്ടന്റ് ലെയർ ഓവർ ദ ബിറ്റുമിനസ് ബേസ് ഓർ ദ ബൈൻഡർ കോഴ്സ് ഈസ് പ്രിഫേർഡ്. അതായത് ഈ ബേസ് കോഴ്സ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അവിടെ ബേസ് കോഴ്സ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ ഈ നേരത്തെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ബിറ്റുമിനസ് ആയിട്ടുള്ള പേയ്മെന്റ് നമ്മൾ ഇതാക്കും. അതിന് മുകളിലായിട്ട് അസ്ഫാൾട്ട് കണ്ടന്റിലുള്ള ഒരു ലെയറും കൂടി ആഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ദിസ് എമൗണ്ട് മേ ബി ഇൻക്രീസ്ഡ് ടു 7 to 10 kg, 7.5 to 10 kg വരെയുള്ള അസ്ഫാൾട്ട് കണ്ടന്റുള്ള സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ഒരു ടക്ക് കോട്ടായിട്ട്, അതായത് നമ്മളിപ്പോൾ പറയില്ല, കുറച്ചും കൂടി അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി കൂട്ടാനും സ്ട്രെങ്ത് കൂട്ടാനും വേണ്ടിയിട്ടുള്ളതാണിത്. പിന്നെ പ്രിപ്പറേഷൻ ആൻഡ് പ്ലേസ്മെന്റ് ഓഫ് ദ പ്രീമിക്സ്. ദ പ്രീമിക്സ് ഈസ് ക്രിയേറ്റഡ് ഇൻ എ ഹോട്ട് മിക്സ് പ്ലാന്റ് വിത്ത് ദ ഡിസൈർഡ് ലെവൽ ഓഫ് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ദ നെസസറി കപ്പാസിറ്റി. ദ അഗ്രിഗേറ്റ് ടെമ്പറേച്ചർ ഷുഡിൻ ഡീവിയേറ്റ് ഫ്രം ദ ബൈൻഡർ ടെമ്പറേച്ചർ ബൈ മോർ ദാൻ 14 degree. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ മിക്സ് ചെയ്യുന്ന ഇപ്പം പല റോഡ് കൺസ്ട്രക്ഷൻ്റെ ഇതിലും യൂസ് ചെയ്യുന്ന വേറൊരു പ്ലാന്റിൽ കൊണ്ടുപോയിട്ട്, ഇതിലിപ്പോൾ പറയുന്നത് ഹോട്ട് മിക്സ് പ്ലാന്റ് ഉണ്ടെന്നാണ്, വേറൊരു പ്ലാന്റിൽ അതിനെ മിക്സ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നതാക്കുന്നു എന്നുള്ളത്. പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് മിക്സ് ചെയ്ത് കൊണ്ടുവന്നത്. ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഉണ്ട്, വലിയ തരത്തിലുള്ള കോമ്പാക്ഷൻ ചെയ്യാൻ പറ്റുന്നതും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ഈ നമ്മളുടെ പേയ്മെൻറ്റിൻ്റെ വിഡ്ത്തിനുള്ള രീതിയിലേക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഈ കോഴ്സുകളൊക്കെ
വിതറാനുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെഷീൻസ് നമ്മളുടെ കയ്യിലുണ്ട്. അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് വേണ്ട രീതിയിലുള്ള ക്വാളിറ്റിയും ലെവൽ ഓഫ് ക്വാളിറ്റി ഒക്കെ നോക്കി കൺട്രോൾ ചെയ്തിട്ട് നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ അഗ്രിഗേറ്റിൻ്റെ ടെമ്പറേച്ചറിന് പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ബൈൻഡർ ടെമ്പറേച്ചറിനേക്കാളും 14 ഡിഗ്രിനേക്കാളും കൂടാൻ പാടില്ല. ബൈൻഡർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഈ അസഫാൾട്ട് മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിലും ബിറ്റുമിനസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാതും കൂടി ബൈൻഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. ആ ടെമ്പറേച്ചറിനേക്കാൾ 14 ഡിഗ്രിയിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് ചൂടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തിന് ബാധിക്കും? ഇതിൻ്റെ ഇൻ്റർലോക്കിങ്ങിനെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റീനെ ബാധിക്കും. ബേസ് ലെവലിൽ എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ബോണ്ടിങ് കറക്റ്റ് ആവില്ല. പക്ഷേ എന്ത് സംഭവിക്കും? ആ ഒരു ബോണ്ടിങ് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആകെ മൊത്തം പണികളാണ്. അത് പിന്നെ ഒട്ടാൻ പോകുന്നത് വരുന്ന വണ്ടികളുടെ ടയറിലാവും, അതിൻ്റെ ലൈഫ് കുറയും, അങ്ങനെ മൊത്തത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അതിന് തന്നെ തുടങ്ങും. പിന്നെ ബിറ്റുമിൻ ക്യാൻ ബി ഹീറ്റഡ് അപ് ടു 150 to 177 ഡിഗ്രി സെൽഷ്യസ്. അത്രയും ടെമ്പറേച്ചറിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്? അതിനെ ഹീറ്റ് ചെയ്യാറ്. പിന്നെ വരുന്നതാണ് റോളിങ്. അപ്പോൾ ആ ഒരു പ്രീമിക്സ് നമ്മൾ എന്ത് ചെയ്തു? അതിലേക്ക് പ്ലേസ് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന റോളിങ് വരുന്നത്. റോളിങ് അറ്റ് എ സ്പീഡ് നോട്ട് മോർ ദാൻ 5 km/h thoroughly compact a mix after it's been deposited on the base course. The first or breakdown rolling is carried out by 8 to 12 ton roller, and then intermediate rolling is carried out by 15 to 30 ton fixed wheel pneumatic roller. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റോൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ റോൾ ചെയ്തിട്ട് കുറച്ചും കൂടി കംപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്, ഒന്ന് കോമ്പാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിനുള്ള കണ്ടീഷൻസ് ആണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. 5 km/h കൂടുതലാവാൻ പാടില്ല. ഇങ്ങനെ സ്പീഡിൽ പോയോണ്ട് കാര്യമില്ല, മെല്ലെ തറോ ആയിട്ട് കോമ്പാക്ട് ചെയ്തിട്ട് വേണം പോകാൻ. പിന്നെ പറയുന്നത് ഫസ്റ്റത്തെ റോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 8 to 12 ടൺ റോളർ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാറ്. അതിനുശേഷം അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് 15 to 30 ടണ്ണുള്ള ഫിക്സ്ഡ് വീല് ന്യൂമാറ്റിക് റോളേഴ്സ് എന്ന് പറയും. ന്യൂമാറ്റിക് റോളേഴ്സ് ഒക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ വരുന്ന സെമസ്റ്ററുകളിലൊക്കെ പഠിക്കും. S4 തന്നെയാണ് ഇതൊന്നും അത് പഠിക്കാൻ പോകുന്നുണ്ട്. പല ടൈപ്പ് ഓഫ് റോളേഴ്സ്, ന്യൂമാറ്റിക് റോളേഴ്സ് ഉണ്ട്, വീൽ ലോഡേഴ്സ് ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ളതുണ്ട്. അത് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അങ്ങനത്തെ ഒരു റോളർ യൂസ് ചെയ്തിട്ട് പിന്നെന്ത് ചെയ്യും? കുറച്ചും കൂടി ഇതായിട്ട് റോൾ ചെയ്യാൻ സഹായിക്കും. റോൾ ചെയ്തിട്ട് അതിനൊന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കും. ദ റോളേഴ്സ് വീൽ ആർ കെപ്റ്റ് വെറ്റ് വിത്ത് വാട്ടർ. ദ നമ്പർ ഓഫ് പാസസ് നെസസറി വാരീസ്. ഈ റോളർ വീൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന പല വീലുകൾ അല്ലെങ്കിൽ ഈ റോഡ് പണിയൊക്കെ നടക്കുമ്പോൾ കാണാം ഈ ഹിറ്റാച്ചിൻ്റെയും പിന്നെ ഈ സുമീലിയോൺ അങ്ങനത്തെ പല കമ്പനികളുടെയൊക്കെ വെഹിക്കിൾസ് ഉണ്ടാവും. ഈ കോമ്പാക്ഷനും റോളറും എല്ലാതും കൂടി ഇൻബിൽഡ് ആയിട്ട് വരുന്നത്. അതിൻ്റെ ആ റോളറിൻ്റെ സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് സമയം വെള്ളം ഒഴുക്കുന്നുണ്ടാവും അതിൽ. അത് അതിൻ്റെ ഒരു ഹീറ്റ് കൺട്രോൾ ചെയ്യാനും പിന്നെ ഈ സ്റ്റിക്കിനെസ് വരാതിരിക്കാനും അങ്ങനെ പല റീസൺ കൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റോളർ ചെയ്യുന്നത്, റോൾ ചെയ്ത് കോമ്പാക്ഷൻ ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിറ്റുമിനസ് കൺസ്ട്രക്ഷൻ ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്നുള്ളതാണ്. ഓൺസൈറ്റ് റൊട്ടീൻ ഇൻസ്പെക്ഷൻ നടത്തേണ്ടി വരും. അതായത് ഇത് ലേ ചെയ്ത് റോളർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ പാറപ്പൊടി വിതറാറുണ്ട്. അതല്ലാതെ വെതറിയിട്ട് ഫിനിഷിംഗ് സ്റ്റേജ് എത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? റൊട്ടീൻ ഇൻസ്പെക്ഷൻ നടത്തണം ഫൈനലായിട്ട് ചെയ്യാൻ. ഹൈ ക്വാളിറ്റിയിലാണോ അത് ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ ഉള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ. അതിലുള്ള പീരിയോഡിക് ചെക്കിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ളതാണ് ബിറ്റുമിനസ് ക്വാളിറ്റി ചെക്ക്, അഗ്രിഗേറ്റിൻ്റെ ടെമ്പറേച്ചർ, പിന്നെ അഗ്രിഗേറ്റിൻ്റെ ടെമ്പറേച്ചർ വരുന്നുണ്ട്, അഗ്രിഗേറ്റിൻ്റെ ടെമ്പറേച്ചർ ഡ്യൂറിങ് മിക്സിങ്ങും കോമ്പാക്ഷനും. ഈ ടെമ്പറേച്ചറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്ന് ഏകദേശം ഒരു 14 ഡിഗ്രീൻ്റെ ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബൈൻഡിങ് നടക്കില്ല. ഈ ബൈൻഡിങ് നടക്കാത്തോളം കാലം പിന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ നിൽക്കും. അതുകൊണ്ടാണ് നമ്മളെല്ലാത്തിനും ടെമ്പറേച്ചർ വളരെ ക്രൂഷ്യലായിട്ട് ഇതാക്കുന്നത്. പിന്നെ ചെക്കിംഗ് ഫോർ ദ ഫിനിഷ്ഡ് സർഫസ്. എ 3 meter സ്ട്രൈറ്റ് എഡ്ജ് ഷുഡ് ബി ഇൻസ്പെക്റ്റഡ് ബൈ ദ AC സർഫസ്. AC സർഫസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എന്താണ്? അസഫാൾട്ട് കണ്ടന്റ് ഉള്ള ഒരു ലെയറിൻ്റെ സർഫസ് ആണ്. ഇൻ എ ലെങ്ത് ഓഫ് 300 meter ദ ലോങ്ങിറ്റ്യൂഡിനൽ അൻഡുലേഷൻ ഷുഡൻ ബി മോർ ദാൻ 8 mm ആൻഡ് ദർ ഷുഡൻ ബി മോർ ദാൻ 10 അൻഡുലേഷൻ ഹയർ ദാൻ 6 mm. ഈ റോഡിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ ഫിനിഷിങ് സ്റ്റേജ് എത്തിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്
പെർഫെക്റ്റ് ആയിട്ട് ആ പണി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അണ്ടുലേഷൻസ് ഉണ്ടാവാൻ പാടില്ല. അപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ നല്ലൊരു ഹൈവേയിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിലൂടെ യാത്ര ചെയ്യുന്നത് നമുക്കറിയില്ല. എന്നാൽ നേരെ മറിച്ച് ഒരു സ്റ്റേറ്റ് ഹൈവേയിലേക്ക് അല്ലെങ്കിൽ അത്ര ഒരു ട്രാഫിക് ഇല്ലാത്ത റോഡിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചെറിയൊരു ചാട്ടം ഉണ്ടാവും. വണ്ടി ഇങ്ങനെ കിടന്നിട്ട് ചാടും, അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാവും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ അണ്ടുലേഷനാണ്. അണ്ടുലേഷൻ കാരണമാണ് പറഞ്ഞത്. അപ്പോൾ അതിന് അവർ ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഫിനിഷ്ഡ് സർഫസിൻ്റെ ചെക്കിങ്ങിനായിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 300 മീറ്റർ ലെങ്ത്തിൽ ഉണ്ടാവുന്ന അണ്ടുലേഷൻ 8 mm കൂടുതൽ ഉണ്ടാവരുത്. 8 mm എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം എത്രയൊക്കെ ഉണ്ടാവുള്ളൂ, ഇതിൽ കൂടുതൽ ഉണ്ടാവരുത്. 8 mm കൂടുതലുള്ള അണ്ടുലേഷൻസ് ഉണ്ടാവരുത്. അതുപോലെ തന്നെ ആ 300 മീറ്ററിൽ 10 അണ്ടുലേഷനിനേക്കാളും കൂടുതൽ ഉണ്ടാവരുത്. എത്രേൻ്റെ? 6 mm കൂടുതലുള്ള 10 അണ്ടുലേഷൻസ് ഉണ്ടാവരുത്. പിന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇന്നത്തെ റോഡൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത്രയാണ് ഈ കാര്യങ്ങളിൽ പറയാനുള്ളത്. ഈ ക്വസ്റ്റ്യൻ്റെ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് കൺസ്ട്രക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ പറയുന്നത് 13A എന്നുള്ളത് ബി പാർട്ടാണ്. ബി പാർട്ടിലേക്ക് വരുന്നതിന് വന്ന ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 13A, വാട്ട് ആർ ദ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ദ ബിറ്റുമെൻ ടു ബി യൂസ്ഡ് ഇൻ ദ പേയ്മെൻറ്റ് കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ്. ഈ ബിറ്റുമെൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ഏത് തരത്തിലുള്ള, നമ്മളിപ്പോൾ ഏത് സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യപ്പെട്ട ഒരു പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് വീട്ടിലേക്കാണെന്നുണ്ടെങ്കിലും പുറത്തേക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യപ്പെട്ട ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. റിക്വയർമെൻറ്റ്സ് ഓർ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ദ ബിറ്റുമെൻ. അതിൽ ഫസ്റ്റ് വരുന്നത് ഷുഡ് നോട്ട് ബി ഹൈലി ടെമ്പറേച്ചർ സസെപ്റ്റബിൾ എന്നാണ്. സസെപ്റ്റബിലിറ്റി നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുള്ള +2 വരെ നമ്മൾ സസെപ്റ്റബിലിറ്റിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ടെമ്പറേച്ചർ സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിനോ അല്ലെങ്കിൽ ഫിസിക്കലോ സ്ട്രക്ചറലോ ആയിട്ടുള്ള സാധനങ്ങൾക്ക് വ്യത്യാസം വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഡ്യൂറിങ് ദ ഹോട്ടസ്റ്റ് വെതർ ദ മിക്സ് ഷുഡ് നോട്ട് ബിക്കം ടു സോഫ്റ്റ് ഓർ അൺസ്റ്റേബിൾ. നമുക്ക് ഈ ടാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സാമ്പിൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാബുകളിലൊക്കെ പോകുമ്പോൾ ജിയോ ടെക്നിക്കൽ ലാബിലും ട്രാൻസ്പോർട്ടേഷൻ ലാബിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ജിയോ ടെക്നിക്കലല്ല, ട്രാൻസ്പോർട്ടേഷനിൽ. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജെൽ ടൈപ്പ് പോലെയാണ്. ജെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറ്റ സോഫ്റ്റ് അല്ല, കുറച്ച് ഹാർഡായിട്ടുള്ള എന്നാലൊരു കുഷൻ എഫക്റ്റ് നമ്മൾ ഞെക്കുന്നതിനനുസരിച്ചിട്ട് താഴോട്ട് പോകുന്നൊരു സംഭവമാണ് അതിനുള്ളത്. അത് ഹോട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലിക്വിഡ് പരുവത്തിലേക്കാവും. വൺസ് അത് സെറ്റിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സാധനം എന്തായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ഹോട്ട് ടെമ്പറേച്ചറിൽ അത് അങ്ങനെ മെൽറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, ഇപ്പോൾ നമ്മളെ റോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10-100 ഡിഗ്രീൻ്റെ മേലെ ചൂടാവുന്നതാണ്. ഈ ഒരു ക്ലൈമറ്റിലാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട, ഒരു മാർച്ച് ഏപ്രിൽ ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ല ചൂട് പിന്നൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും ചൂട് ഇപ്പം ഉണ്ടല്ലോ. അപ്പോൾ ഈ ടാർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് അടുത്ത് ഒരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഈ ബിറ്റുമെൻ സോഫ്റ്റ് ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താവും അവസ്ഥ? റോഡ് വണ്ടി പോയ ആ ടയറിൻ്റെ പാടിലേക്ക് കുഴിഞ്ഞു കിടക്കും. പല റോഡുകളും നമുക്ക് അങ്ങനെ കാണാറുണ്ട്. അത് യൂസ് ചെയ്തിട്ടുള്ള ബിറ്റുമെൻ്റെ ക്വാളിറ്റീൻ്റെ കുറവാണ്. ഇപ്പം നാളെ നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ വണ്ടി പോകുമ്പോൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ബൈക്കിൽ പോകുമ്പം ചെറിയൊരു തെന്നൽ വരും. വണ്ടി ചിലപ്പോൾ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ തെന്നിങ്ങനെ പോകും. അത് ടയറിൻ്റെ കുഴപ്പമൊന്നുമില്ല, അത് ആ റോഡിൽ വന്നിട്ടുള്ള ഒരു അണ്ടുലേഷനാണ്. ആ അണ്ടുലേഷൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബിറ്റുമെൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്ത ബിറ്റുമെനാണ്. ആ ബിറ്റുമെനിൽ ടെമ്പറേച്ചർ സസെപ്റ്റബിലിറ്റി കൂടിയതുകൊണ്ടാണ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു ഹെവി ലോഡുള്ള ഒരു വെഹിക്കിൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടയറിൻ്റെ ഒരു ഇംപ്രിൻറ്റ് അവിടെ വരും. എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പക്ക കോപ്പി പേസ്റ്റ് എന്നുള്ള പോലെയല്ല, ചെറിയൊരു ഡിപ്രഷൻ, ഒരു സെറ്റിൽമെൻറ്റ് അവിടെ വരും. അങ്ങനെയുള്ള പല റോഡുകളും ഇന്ന് കേരളത്തിലുണ്ട്. പിന്നെ രണ്ടാമത് വരുന്നതാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് എ ലിക്വിഡ് ആണ്. വിസ്കോസിറ്റി ഓഫ് ദ ബിറ്റുമെൻ അറ്റ് എ ടൈം ഓഫ് മിക്സിംഗ് ആൻഡ് കോമ്പാക്ഷൻ ഷുഡ് ബി അഡിക്വേറ്റ്. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ യൂസിങ് കട്ട് ബാക്സ് ഓർ എമൾഷൻ ഓർ സ്യൂട്ടബിൾ ഗ്രേഡ്. ഇപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ടാർ അല്ലെങ്കിൽ ബിറ്റുമെൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയുള്ള ഒരു സാധനമാണ്. അത് ഹീറ്റ് ചെയ്യുമ്പോഴാണ് ലിക്വിഡ് ആവുക.
ലിക്വിഡ് ആണെങ്കിൽ പോലും ഹൈ വിസ്കോസിറ്റി ഉള്ള, അതായത് നല്ലൊരു റെസിസ്റ്റൻസ് ഉള്ളതാണ്. അത് പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയുക ഫ്ലോ ചെയ്യില്ല, വെള്ളം പോലെ ഫ്ലോ ചെയ്ത് പോകുന്നില്ല. കട്ടിയിൽ ഇങ്ങനെ നൂലായിട്ട് ഇങ്ങനെ വലിഞ്ഞിട്ടൊക്കെയാണ് പോകാറുള്ളത്. അങ്ങനത്തെ ക്വാളിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി നമ്മളിത് മിക്സ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേണ്ട. നമുക്ക് കുറച്ചുകൂടി ലിക്വിഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഈ കോൺക്രീറ്റ് ഒക്കെ മിക്സ് ചെയ്യുന്ന ടൈമിൽ ഒരു വർക്കബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം നമ്മൾ പഠിക്കുന്നുണ്ട് കോൺക്രീറ്റ് ടെക്നോളജിയിൽ. അപ്പോൾ ആ പറയുന്ന പോലെ തന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇതിനൊരു വർക്കബിലിറ്റി ഉണ്ട്. അത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കട്ട് ബാഗ്സ് ഓർ എമൽഷൻ എന്ന് പറയുന്നത്. കട്ട് ബാഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ നമ്മളെ ബിറ്റുമിനും പിന്നെ കെറോസിൻ്റെയും കൂടി ഒരു മിക്സ്ചറാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു തിന്നായിട്ടുള്ള, ഒരു ലിക്വിഡ് ആയിട്ടുള്ള, വിസ്കോസിറ്റി വളരെ കുറഞ്ഞിട്ടുള്ള ഒരു ലിക്വിഡ് ഫോമിലേക്ക് നമുക്ക് ആ ബിറ്റുമിനെ മാറ്റാൻ പറ്റും. അതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് there should be adequate affinity and adhesion between the ബിറ്റുമിൻ ആൻഡ് അഗ്രിഗേറ്റ്. ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റാണ് ആ പറഞ്ഞിട്ടുള്ളത്. അഗ്രിഗേറ്റും പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ബിറ്റുമിനും തമ്മിൽ നല്ല തരത്തിലുള്ള ഒരു ബോണ്ടിങ്, അഡീഷൻ സംഭവിക്കണം. ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾക്കൊരു ക്വാളിറ്റി ഉള്ള ഒരു പേയ്മെന്റ് ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇറ്റ് ഈസ് ഡിസൈറബിൾ ദാറ്റ് ദ ബിറ്റുമിൻ ബൈൻഡർ യൂസ്ഡ് ഇൻ ദ ബിറ്റുമിനസ് മിക്സ് ഫോം ഡക്റ്റൈൽ തിൻ ഫിലിം അറൌണ്ട് ദ അഗ്രിഗേറ്റ് ടു സെർവ് ആസ് ദ സാറ്റിസ്ഫാക്ടറി ബൈൻഡർ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിറ്റുമിൻ ബൈൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യുന്ന ഫോമിൽ ഒരു ഡക്റ്റൈലായിട്ട് തിൻ ഫിലിം ആയിട്ടാണ് വരിക. അതായത് ഇതിൻ്റെ മേലേക്ക് ഒരു നമ്മളെന്താ പറയുക, ഒരു തിൻ ഫിലിം, എക്സ്റേ ഫിലിം ഒക്കെ ഒട്ടിക്കുന്ന പോലെ തന്നെ അത്രയും തിന്നായിട്ടുള്ള ഡക്റ്റായിട്ട് വലിയുന്ന തരത്തിലുള്ളൊരു ഫിലിമായിട്ടാണ് അതിൻ്റെ മേലേക്ക് വരാറുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. മെയിനായിട്ട് വരുന്ന ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഡിസൈറബിൾ പ്രോപ്പർട്ടീസിൽ വേറെ ഒന്നും കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും ഇതിൻ്റെയൊക്കെ ടെസ്റ്റിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട്. ബിറ്റുമിൻ്റെ ടെസ്റ്റിംഗ് പഠിക്കുന്നുണ്ട്, അഗ്രിഗേറ്റിൻ്റെ ടെസ്റ്റിംഗ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റിംഗ് ഒക്കെ പഠിക്കുമ്പോൾ ആ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫൈനൽ റിസൾട്ടിൽ നമുക്ക് പറയുന്നുണ്ടാവും ഇന്ന വാല്യൂ മുതൽ ഇന്ന വാല്യൂ വരെയുള്ള സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ആ സാധനം എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ള സാധനമാണ്, അത് അഫോർഡബിൾ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ലൈഫ് കിട്ടും എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു കൺക്ലൂഷൻ പല ടെസ്റ്റിലും ഉണ്ടാവും. അങ്ങനത്തെ ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റുകൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് ആണെന്നുള്ളത്. ഇൻ കേസ് ഇങ്ങനത്തെ ഏതെങ്കിലും പോയിന്റ് മറന്നാൽ, എവിടെയെങ്കിലും വായിച്ച് കേട്ടൊരു പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പോയിന്റുകളും ആഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ. പിന്നെ വരുന്നതാണ് 13ാമത്തെ ബി പാർട്ട്, ഡിസൈൻ ഓഫ് ദ പേയ്മെന്റ് കൺസ്ട്രക്ഷൻ. അതായത് ഒരു പേയ്മെന്റ് നമ്മളോട് മൊത്തത്തിൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യന് ഞാൻ നേരത്തെ ഉള്ള ക്വസ്റ്റ്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു വർക്ക് ഡിവിഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് കുറച്ചും കൂടി അധികം സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൽ അവർ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ആസ് ആൻ എഞ്ചിനീയർ നമുക്ക് തന്നിട്ടുള്ള സാധനങ്ങളാണ് 2 ലൈനുള്ള കാരേജ് വേ ആണോ, പിന്നെ ഇനീഷ്യൽ ട്രാഫിക് ഇൻ ദ ഇയർ ഓഫ് കംപ്ലീഷൻ ഓഫ് ദ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 400 ആണ് CPD എന്ന് പറയുന്നത്. അതിൽ പിന്നെ പറയുന്നത് ട്രാഫിക് ഗ്രോത്ത് ഓഫ് റേറ്റ് എന്ന് പറയുന്നത് ഇതല്ലാതെ കൂടി ഒന്നും കൂടി എഴുതി വെക്കുന്നതാവും നല്ലത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. അതാണ് കുറച്ചും കൂടി നല്ലതുള്ളത്. പിന്നെ അതിന് നമുക്ക് ആവശ്യമുള്ള ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 15 years ആണ്. വെഹിക്കിൾ ഡാമേജ് ഫാക്ടർ ബേസ്ഡ് ഓൺ ദ ആക്സിൽ ലോഡ് സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2.5. കൊമേഴ്ഷ്യൽ വെഹിക്കിൾ, ഈ CV എന്ന് പറയുന്ന കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണ് കേട്ടോ, പലതരത്തിലുള്ള. പിന്നെ തന്നിട്ടുള്ള കണ്ടീഷനാണ് ഡിസൈൻ CBR ഓഫ് ദ സബ്ഗ്രേഡ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 5% അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റാസ്, കുറച്ചും കൂടി ഡാറ്റാസ് അവർ തന്നിട്ടുണ്ട്. അതിൽ തന്നിട്ടുള്ളത് ഫോർ 5% ഓഫ് CBR ഉള്ളതിന് ട്രാഫിക് MSA എത്രയ്ക്കാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ GSB എത്ര mm വേണം, ബേസ് ബൈൻഡർ കോസ് എത്ര mm കൊടുക്കണം, സർഫസ് കോസ് എത്ര mm കൊടുക്കണം, ഇങ്ങനെയുള്ളതിൻ്റെ ഒക്കെ ഒരു ഡാറ്റ കൂടി അവർ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് ട്രാഫിക് MSA എത്രയാണ് കിട്ടുന്നത്, അത് ഏതിനോടാണ് നമ്മളുടെ ആൻസർ ഏതിനോടാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. അത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അങ്ങനെയാണ്. ഇതൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഏതൊക്കെ ഈ സാധനങ്ങൾ GSB അതൊക്കെ നമുക്ക് ഉത്തരം ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കാണേണ്ടത് ട്രാഫിക് MSA എത്രയാണെന്നുള്ളതാണ്. അതിൽ 2 ആൻസറിലേക്ക് വരികയാണ് നമ്മൾ 2 ലൈൻ 2 വേ റോഡ് എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 50% ആവും 2 ലൈൻ ആയതുകൊണ്ട്. 2 ലൈൻ ഓഫ് ദ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ 2 ഡയറക്ഷനിലേക്ക് ആകുമ്പോൾ 50% വെച്ചിട്ട് ഇതാക്കും. പിന്നെ അതിൻ്റെ ലാറ്ററൽ ഡിസ്ട്രിബ്യൂഷൻ D എന്ന് പറയുന്ന എലമെന്റ് ഏതാണെന്നുള്ളത് നോക്കണം. D എന്ന് പറയുന്നത് എന്താണ് മീൻ ചെയ്യുന്നത്, ലാറ്ററൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അത് 0.5 ആണ്.
പിന്നെ എ എന്ന് പറയുന്നത് ഇനീഷ്യൽ ട്രാഫിക്, അത് തന്നിട്ടുണ്ട് നമുക്ക് എത്രയാണെന്നുള്ളത്. എ എന്ന് പറയുന്നത് 400 CB ആണ്, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണ്. പിന്നെ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡാമേജ് ഫാക്ടർ ആണ്, അത് 2.5. എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിസൈൻ പീരീഡ് ആണ് 15. ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആണ്, അത് 7.5% ആണ്. ആ പെർസെൻറ്റേജ് കൺവേർഷൻ ആണ് നടത്തിയിട്ടുള്ളത്. 7.5/100 ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 0.075% മാറ്റിയെടുത്തതാണ്. പിന്നെ പറയുന്നത് ഡിസൈൻ ട്രാഫിക് എന്നുള്ളതാണ്. ഡിസൈൻ ട്രാഫിക്കിന് മുമ്പ് ഡിസൈൻ ട്രാഫിക്കിൻ്റെ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കണം എന്നുള്ളത്. അത് ഈ മറ്റേ സാധാ മൊഡ്യൂളിൽ എടുക്കുന്ന ടൈമിൽ നമ്മൾ പഠിക്കുന്ന സാധനമാണ്. അപ്പം ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്, സോൾവ് ചെയ്യാൻ പോകുന്നത്. ഈ ഡിസൈൻ ഇക്വേഷനിൽ ട്രാഫിക്കാണ് ഡിസൈൻ ചെയ്യാൻ വന്നത്. ആ ഡിസൈനിൽ നമ്മൾ ആഡ് ചെയ്യുന്ന എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ ഇക്വേഷനിലുള്ള എലമെൻറ്റ്സിൽ വരുന്ന വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ ഉണ്ട്, ആർ ഉണ്ട്, എ ഡി എഫ് ഉണ്ട്. ഇതിൽ എ തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്, എഫ് വന്നിട്ടുണ്ട്, ആർ ഉണ്ട്, എൻ ഉണ്ട്. എല്ലാതും നമുക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അതിൽ നമ്മൾ എന്ത് ചെയ്തു, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് MSA നമ്മൾ കണ്ടുപിടിച്ചു 4.7 MSA എന്നുള്ളത്. ഈ 4.7 MSAനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 5 MSA എന്നാക്കും. 5 MSAയിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തു. 5 MSAയിലേക്ക് റൗണ്ട് ഓഫ് ചെയ്തതിന് ശേഷം ഈ ഡാറ്റ ബാറിന്ന് അതിൽ 5 MSA ഇവിടെ വരുന്നുണ്ട്. അതിൽ വരുന്ന ഈ ഡാറ്റാസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതിൽ GSB എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണ് കൊടുത്തിട്ടുള്ളത്, 150. WMM കൊടുത്തിട്ടുള്ളത് 250. പിന്നെ ബേസ് കോഴ്സ് എന്ന് പറയുന്നത് 65 mm ഇതും. അതിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് എന്നാൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം മനസ്സിലാവില്ല അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇക്വേഷൻ മാത്രം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു പോകാവുന്നതാണ്. പിന്നെ വരുന്നതാണ് 14ാമത്തെ A ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 14ാമത്തെ A ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് ഔട്ട് ദ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ദ അഗ്രിഗേറ്റ് ടു ബി യൂസ്ഡ് ഇൻ ദ പേയ്മെന്റ് കൺസ്ട്രക്ഷൻ. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ 2 ടെസ്റ്റ് ഫോർ ജഡ്ജിങ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ അഗ്രിഗേറ്റ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തത്. നമ്മൾക്ക് ആവശ്യപ്പെട്ട ഡിസൈറബിൾ പ്രോപ്പർട്ടീസും ഈ ടെസ്റ്റ് ഫോർ ജഡ്ജിങ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് അഗ്രിഗേറ്റ്സ് എന്നല്ലേ. അഗ്രിഗേറ്റ്സ് എന്നുള്ളത് ഇവിടെ ഏതാണെന്നുണ്ടെങ്കിലും ഇത് രണ്ടും ഏകദേശം കോ എക്സിസ്റ്റിംഗ് ആയിട്ട് പോകുന്ന ഒരു സാധനമാണ്. ഡിസൈറബിൾ പ്രോപ്പർട്ടീസിന്റെ പലതും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്, പല ടെസ്റ്റുകൾ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് ടെസ്റ്റ് ചെയ്യുന്നതാണ് ടെസ്റ്റുകൾ വെച്ചിട്ട്. അപ്പോൾ ഈ നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പോൾ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ പക്ഷേ നിങ്ങൾ ടെസ്റ്റുകളെല്ലാം പഠിച്ച് അതിൻ്റെ ഔട്ട്കമ്മും റിസൾട്ടും കൺക്ലൂഷനും എന്താ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഷുഡ് ബി സഫീഷ്യൻ്റ്ലി സ്ട്രോങ് ടു റെസിസ്റ്റ് ദ ക്രഷിംഗ് ടു വിത്ത്സ്റ്റാൻഡ് ദ ഹൈ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഡ്യൂ ടു ഹെവി ട്രാഫിക് വീൽ ലോഡ്സ്. അതായത് സ്ട്രെങ്ത് വേണം എന്നുള്ളതാണ് ബേസിക് ആയിട്ട്. ഏത് അഗ്രിഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രെങ്ത് വേണം. എന്തിന്, ക്രഷിങ്. അതായത് ഹൈ ലോഡ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്രഷനിൽ ആ അനുഭവപ്പെടുന്ന ആ ക്രഷിങ് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ അഗ്രിഗേറ്റ്. പിന്നെ വരുന്നത് രണ്ടാമത് വരുന്നതാണ് ഹാർഡ്നെസ്. ഇവിടെ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. ഹാർഡ്നെസ്സും ടഫ്നെസ്സും ഇത് പറയുമ്പോൾ ഇപ്പോൾ ഹാർഡ്നെസ് എന്താണ്, ടഫ്നെസ് എന്താണെന്ന് പൊതുവേ ആരടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും കൺഫ്യൂഷനാവും, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു പ്രാക്ടിക്കലി അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ലെവലിൽ ടെക്നിക്കൽ ലെവലിൽ ചെയ്യുമ്പോൾ ഇതിന് നല്ല തരത്തിലുള്ള വ്യത്യാസമുണ്ട്. ദേ ഷുഡ് ബി ഹാർഡ് ഇനഫ് ടു റെസിസ്റ്റ് വെയർ. അതായത് വെയർ ആൻഡ് ടയർ ഏതൊരു സാധനത്തിനും വരുന്നതാണ് അല്ലേ, വെയർ ആൻഡ് ടയർ. ഒരു സാധനം എത്രത്തോളം വെയർ ആൻഡ് ടയർ സംഭവിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാർഡാണോ അല്ലയോ എന്നുള്ളത് പറയുന്നത്. തേഞ്ഞു പോകുന്നുണ്ടോ, മാഞ്ഞു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് എത്ര ഡ്യൂറബിലിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ വെയർ ആൻഡ് ടയർ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് എത്രത്തോളം റെസിസ്റ്റൻസ് ടു വെയർ ഉണ്ടോ, അല്ലെങ്കിൽ ഈ തേയ്മാനത്തിനോട് എത്രത്തോളം റെസിസ്റ്റൻസ് കാണിക്കുന്നോ അത്രയും നല്ലതാണ് എന്നുള്ളതാണ് പറയുന്നത്. അബ്രേസീവ് ആക്ഷൻ എന്നാണ്. അബ്രേസീവ് ആക്ഷൻ ഇടുന്നുണ്ടെങ്കിൽ ഒരഞ്ഞു പോവാം. ഇപ്പം നമുക്കറിയാം
പല വണ്ടികൾ പോകുന്നുണ്ട്, പല ടൈപ്പ് ഓഫ് പല ഗ്രേഡിലുള്ള ടയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഈ ടയേഴ്സ് എല്ലാതും ഫ്രിക്ഷൻ കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഒബ്വിയസ്ലി ഈ ഫ്രിക്ഷൻ കാരണം ഒരു അബ്രേസീവ് ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. ഈ അബ്രേഷൻ ഫോഴ്സ് എന്ത് സംഭവിക്കും? ഇതിനെ വേറെ ചെയ്തുകൊണ്ടേയിരിക്കും, ചെറിയ രീതിയിൽ വേറെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനുള്ള റെസിസ്റ്റൻസ് എത്ര കൊടുക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. പിന്നെ ടഫ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് അവിടെ ഓർത്ത് വെക്കാനുള്ളത്. അഗ്രിഗേറ്റ് ഇൻ ദ പേയ്മെന്റ് ആർ ഓൾസോ സബ്ജക്റ്റഡ് ടു ഇമ്പാക്ട് ഡ്യൂ ടു ദ മൂവിംഗ് വീൽ ലോഡ്. ദ റെസിസ്റ്റൻസ് ടു ഇമ്പാക്ട് ഓർ ടഫ്നെസ്. കണ്ടോ, റെസിസ്റ്റൻസ് ടു ഇമ്പാക്ട് എന്ന് പറയുന്നതാണ് എന്ത് ടഫ്നെസ് ആയിട്ട് ഇവിടെ കണക്കാക്കിയിട്ടുള്ളത്. ഈസ് അനദർ ഡിസൈറബിൾ പ്രോപ്പർട്ടി. എത്രത്തോളം ഒരു കല്ലിന്റെ മേലെ മറ്റൊരു കല്ല് വന്ന് ഇടിക്കുന്നതും ഒരു കല്ല് മറ്റൊരു സാധനം വന്നിട്ട് ഇങ്ങനെ ഉരച്ചു പോകുന്നതും രണ്ടും രണ്ടാണ്. ആ ഹാർഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉരഞ്ഞു പോകുമ്പോൾ എത്രത്തോളം വേറെ അതിന് സംഭവിക്കുന്നു എന്നുള്ളതും, പിന്നെ ടഫ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന ഹെവി ഇമ്പാക്റ്റുകൾ ഉണ്ടല്ലോ, ഹെവി ഇമ്പാക്റ്റുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ അത് കോപ്പപ്പ് ചെയ്യും അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പാക്റ്റ് അത് എടുക്കും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ടഫ്നെസ്സിൽ നോക്കുന്നത്. പിന്നെ വരുന്നത് നാലാമത് വരുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഡീഷൻ ടു ദ ബിറ്റുമെൻ എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു കോൺക്രീറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. പ്ലസ് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്, റിജിഡിനാണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നോക്കേണ്ട ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിറ്റുമിനായിട്ട് എത്രത്തോളം അഡീഷൻ അല്ലെങ്കിൽ ആ ഒരു ബൈൻഡിങ് പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളതാണ്. അതിനെ ബേസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റിൻ്റെ ഷേപ്പ് അതിന് വലിയൊരു ഫാക്ടറാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ അഗ്രിഗേറ്റ് ഇൻ ദ ബിറ്റുമിനസ് പേയ്മെന്റ് ഷുഡ് ഹാവ് ലെസ് അഫിനിറ്റി ടു വാട്ടർ വെൻ കമ്പയർഡ് വിത്ത് ദ ബിറ്റുമെൻ. അതർവൈസ് ദ ബിറ്റുമിനസ് കോട്ടിംഗ് ഓൺ ദ അഗ്രിഗേറ്റ് വിൽ ബി സ്ട്രിപ്ഡ് ഓഫ് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു അഗ്രിഗേറ്റിന് വെള്ളത്തിനോട് അത്ര ഒരു അഫിനിറ്റി ഉണ്ടാവാൻ പാടില്ല. കാരണം ആ ബിറ്റുമെൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഈ അഗ്രിഗേറ്റിൻ്റെ മേലെയാണ് വരുന്നത്. ഓരോ കല്ലിൻ്റെ മേലെയും ഈ ബിറ്റുമെൻ വന്നിട്ട് പൊതിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ അങ്ങനെ ഓരോന്നും നമ്മളിങ്ങനെ പറയില്ലേ, നെയ്യിൽ പൊതിഞ്ഞ അങ്ങനത്തെ ഓരോ ഇതുണ്ടാവില്ലേ, എന്താ ഇപ്പോൾ കറക്റ്റ് ഇപ്പോൾ അതിനൊരു ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എന്തായാലും അങ്ങനെ ബിറ്റുമിൻ പൊതിഞ്ഞിട്ടുള്ള പല അഗ്രിഗേറ്റുകളും കൂടി ചേർന്നിട്ടാണ് ആ ഒരു ബൈൻഡിങ് പ്രോപ്പർട്ടി ഉണ്ടാവുന്നത്. വൺസ് ഈ അഗ്രിഗേറ്റിന് ഒരു വാട്ടർ അഫിനിറ്റി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിറ്റുമെൻ്റെയും അഗ്രിഗേറ്റിൻ്റെയും ഇടയിൽ സപ്പോസ് ഇത് അഗ്രിഗേറ്റ് ആണ്, ഇത് ബിറ്റുമിനാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വെള്ളം ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് തമ്മിൽ ഒരു റിപ്പൾഷൻ വരും. അതായത് ബിറ്റുമനും അഗ്രിഗേറ്റും തമ്മിൽ റിപ്പൾഷൻ വരും. ആ ബിറ്റുമൻ നല്ല രീതിയിൽ നമ്മളെ എന്തിൻ്റെ മേലെ കോട്ട് ചെയ്യൂല, അഗ്രിഗേറ്റിൻ്റെ മേലെ കോട്ട് ചെയ്യൂല. അപ്പോൾ ആ കോട്ടിങ് വരണം, നല്ല രീതിയിൽ വരണം എന്നുള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും ഫേവർ ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡീഷനാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് 2 ടെസ്റ്റുകൾ പറയാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. 2 ടെസ്റ്റുകൾ എന്ന് പറഞ്ഞപ്പോൾ പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം സിമ്പിളായിട്ടുള്ള 2 ടെസ്റ്റുകളാണ്, അബ്രേഷൻ ടെസ്റ്റും ഇമ്പാക്റ്റ് ടെസ്റ്റും. അബ്രേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഏകദേശം ഒരു സിലിണ്ട്രിക്കലായിട്ടുള്ള ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ഇത് റിവോൾവ് ചെയ്യും, അതിന് മോട്ടറും അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗിയേഴ്സും ഷിഫ്റ്റും സാധനങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് വേ ഒരു ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ടാവും. ഈ അബ്രേഷൻ ടെസ്റ്റിനുള്ള മെയിൻ ആയിട്ടുള്ള അപ്പാരറ്റസിൽ പറയുന്നത് ലോസ് ഏഞ്ചലസ് അബ്രേഷൻ ടെസ്റ്റിംഗ് മെഷീൻ, ഏകദേശം അതുപോലെ ഉണ്ടാവും. പിന്നെ വരുന്നത് ISCU സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1.7 mm. 1.7 mm ആണ്. 1.7 mm എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൈസുള്ള അഗ്രിഗേറ്റ്സ് ആവും കമ്പാരിറ്റീവ് ടു 1.75. എന്നിട്ട് നമ്മൾ സീവ് ചെയ്തെടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ചെറിയ 1.75 mm സാധനങ്ങൾ മാത്രമാണ് നമ്മൾ സീവ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് അബ്രസീവ് ചാർജസ് എന്നാണ്. അബ്രസീവ് ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റീൽ ബോളുകളാണ്. ഇങ്ങനെ നല്ല വട്ടത്തിൽ ഉരുണ്ടിട്ടുള്ള സ്റ്റീൽ ബോളുകൾ, അത് 12 എണ്ണം ഉണ്ടാവും. കാസ്റ്റ് ചെയ്യേണ്ടതാണ്. സ്പിയേഴ്സ് അപ്രോക്സിമേറ്റ്ലി 5 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള അങ്ങനത്തെ 12 ബോൾസ് അല്ലെങ്കിൽ സ്റ്റീൽ ബോൾസ്, സ്റ്റീൽ സ്പിയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഓവനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളതാണ് അടുത്ത നമ്മൾ പോകാൻ പോകുന്നത്. ഈ കറക്റ്റ് ഓർഡറിൽ തന്നെ വേണം നമ്മളൊരു ടെസ്റ്റിനെ ഇതാക്കാൻ. നമ്മൾ ലാബിൽ ചെന്നിട്ട് റെക്കോർഡ് എങ്ങനെ എഴുതുന്നോ അതേപോലെ തന്നെ
വെറുതെ ആദ്യമേ പ്രൊസീജിയർ എഴുതിയിട്ട് അതിൻ്റെ ഇടയിൽ ഇന്നതാണെന്ന് എഴുതിയിട്ട് അല്ല, കറക്റ്റ് ആ ഒരു ഓർഡറിൽ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൃത്തി കിട്ടും. അപ്പോൾ ആൻസർ ചെയ്യാനും ആൻസർ കാണുമ്പോഴും ഒരു സുഖം ഉണ്ടാവും, മാർക്കിങ് കുറച്ചും കൂടി കൂടുതലായിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് വരുമ്പോൾ ടേക്ക് എ ക്ലീൻ അഗ്രിഗേറ്റ് ആൻഡ് ഓവൻ ഡ്രൈ അറ്റ് 110 degrees Celsius ആൻഡ് കൺഫേം വിത്ത് ദാറ്റ് ദ ഗ്രേഡിംഗ് ഈസ് ഗിവൺ ആസ് ദ IS കോഡ്. IS കോഡിൻ്റെ ഗ്രേഡിങ് പ്രകാരമാണ് നമ്മൾ എടുക്കുന്നത്. പല ഗ്രേഡുള്ള പല അഗ്രിഗേറ്റ്സ് ഉണ്ട്. അതിന് നമുക്ക് വേണ്ട പേയ്മെൻറ്റിന് ഏത് ഗ്രേഡാണോ വേണ്ടതെന്നുള്ളത് IS കോഡ് നോക്കിയിട്ട് നമ്മൾ എടുക്കുന്നത്. എടുത്ത അഗ്രിഗേറ്റ് എത്രയാണോ അതിന് നമ്മൾ എന്ത് ചെയ്യും, ഓവൻ ഡ്രൈ ചെയ്യും 110 degree Celsius വെച്ചിട്ട്. പിന്നെ പ്ലേസ് ദ സ്പെസിഫൈഡ് വെയിറ്റ് ഓൺ ദ അഗ്രിഗേറ്റ് സ്പെസിമെൻ. വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഓവൻ ഡ്രൈ ചെയ്തത്, അതായത് അതിൻ്റെ ഇടയിൽ മറ്റേ ഓർഗാനിക് മെറ്റീരിയൽസ് ഉണ്ടാവരുത്, നനവ് ഉണ്ടാവരുത്, വെള്ളം കൊണ്ടുണ്ടാകുന്ന വെയിറ്റ് ഒന്നും ഇല്ലാതിരിക്കാനാണ് ഓവൻ ഡ്രൈ ചെയ്യുന്നത്. അങ്ങനെ ഓവൻ ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് എടുത്തിട്ട് അതിനെ വെയിറ്റ് WA എന്ന് ഡിനോട്ട് ചെയ്യും. വെയിറ്റ് അലോങ് ദ അബ്രസീവ് ചാർജ്. അത്രയും എടുത്തുള്ള അത്രയും മെറ്റീരിയൽസ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഈ ലിഡ് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും. പ്ലസ് അതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യും, അബ്രസീവ് ചാർജസും കൂടി ഇട്ട് കൊടുക്കും. 12 കാസ്റ്റ് അയൺ സ്പിയേഴ്സും നമ്മൾ അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ദ മെഷീൻ അറ്റ് ദ സ്പീഡ് ഓഫ് 20 to 33 revolution per minute. അങ്ങനെ ഒരു 1000 revolution നമ്മൾ ഈ ഒരു സ്പീഡിൽ 20 to 33 revolution per minute എന്നുള്ള ആ ഒരു സ്പീഡിൽ 1000 times revolution നടത്തി കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അറ്റ് ദ കംപ്ലീഷൻ ഓഫ് ദ ടെസ്റ്റ് ദ ഡിസ്ചാർജ് മെറ്റീരിയൽ ആൻഡ് സേവ്, അതായത് ആ റെവല്യൂഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ മെറ്റീരിയൽസ് പുറത്തെടുക്കും. ആ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെയാണോ ഉള്ളത് അത് മൊത്തത്തിൽ പുറത്തെടുക്കും. അതിൻ്റെ ഉള്ളിൽ പൊടികൾ കുറേ ഉണ്ടാവും. ആ പൊടികളൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, 1.7 mm നമ്മൾ അതിനെ പാസ് ചെയ്യിക്കും. അങ്ങനെ പാസ് ചെയ്തിട്ട് എത്രയാണോ പാസ് ചെയ്യുന്നത്, റീറ്റെയിൻ ചെയ്യുന്നതല്ല, എത്രയാണോ പാസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ വെയിറ്റ് നമ്മൾ കണ്ടുപിടിക്കും എടുത്തിട്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യും, WB അല്ലെങ്കിൽ വെയിറ്റ് B എന്നുള്ള രീതിയിൽ ഡിനോട്ട് ചെയ്യും. ഇത്രയാണ് നമുക്ക് ടെസ്റ്റിൽ നിന്ന് വേണ്ട ഡാറ്റാസ്. 2 വെയിറ്റുകളിൽ നിന്ന് ആ 2 വെയിറ്റും കിട്ടി. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നതെന്നുള്ള അബ്രേഷൻ വാല്യൂ ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ ലോസ് ബിറ്റ്വീൻ ദ വെയിറ്റ് A ആൻഡ് വെയിറ്റ് B എന്നുള്ളതാണ്. അബ്രേഷൻ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര വെയിറ്റ് ആണോ ഇത് രണ്ടിൽ നിന്ന് ഇടയിൽ നിന്ന് ലോസ് ആയത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇതാക്കുന്നത്. അപ്പോൾ വെയിറ്റ് B എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോസ് ആയ വെയിറ്റിൻ്റെ ആണെന്ന് അറിയാലോ, ബൈ വെയിറ്റ് A into 100 എന്ന് പറയുമ്പോൾ എത്ര ശതമാനം ലോസ് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കിട്ടും. അതാണ് ഇത്രയും പറയുന്നത് കാൽക്കുലേഷൻ. അതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയുന്നത്. പിന്നെ വരുന്നത് ഇമ്പാക്റ്റ് ടെസ്റ്റ്. ഇമ്പാക്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിസൈൻ ടു ഇവാലുവേറ്റ് ദ ടഫ്നെസ് ആണ്, എത്രത്തോളം ടഫാണെന്നുള്ളത്. ഇവിടെ എന്താ നമ്മൾ നോക്കിയത്, അബ്രേഷനാണ് ചെയ്തത്. അപ്പോൾ എന്താവും ചെയ്തിട്ടുണ്ടാവുക, ടഫ്നെസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹാർഡ്നെസ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇതിൽ വരുന്ന അപ്പാരറ്റസ് എന്തൊക്കെയാണെന്നുള്ളത്, ഇമ്പാക്റ്റ് ടെസ്റ്റിംഗ് മെഷീൻ എന്നുള്ളത്. ഇമ്പാക്റ്റ് ടെസ്റ്റിംഗ് മെഷീൻ എന്നുള്ളത് ഞാൻ ആ ഫോട്ടോ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഇട്ടുപോയതാണ്. ഇങ്ങനെയുള്ളൊരു ഇതാണുള്ളത്. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം പോലെ ഇവിടെയാണ് നമ്മൾ സ്പെസിമെൻ വെക്കുക, അതിനൊരു മോൾഡ് ഉണ്ടാവും. അങ്ങനെയാണ് സാധനങ്ങൾ വരിക. പിന്നെ വരുന്നത് ISCO സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 12.5, 10 mm, 2.36 ഇങ്ങനെ 3 വ്യത്യസ്തമായിട്ടുള്ള സീവുകളാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ സിലിണ്ട്രിക്കൽ മെഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 7.5 സെൻറ്റിമീറ്റർ ഡയ ഉള്ള 5 സെൻറ്റിമീറ്റർ ഡെപ്ത് ഉള്ള ഒരു മൗൾഡാണ് നമ്മൾ എന്തിനെടുക്കുന്നത്, ഈ അഗ്രിഗേറ്റ്സ് ഫില്ല് ചെയ്യാൻ എടുക്കുന്നത്. പിന്നെ ടാമ്പിംഗ് റോഡ് ഉണ്ട്, 1 സെൻറ്റിമീറ്റർ സർക്കുലർ ക്രോസ് സെക്ഷൻ ഡയമീറ്റർ ആണ് പറയുന്നത് ഉള്ളത്. പിന്നെ ഒരു ഓവനും നമ്മൾ എടുക്കുന്നുണ്ട്. ഇത്രയാണ് ഇതിന് വേണ്ട അപ്പാരറ്റസുകൾ. ഇനി എന്തൊക്കെയാണ് പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ടേക്ക് ദ അഗ്രിഗേറ്റ്സ് പാസിംഗ് ത്രൂ 12.5 mm sieve ആൻഡ് റിട്ടൈൻഡ് ഓൺ ദ 10 mm sieve ആൻഡ് ഓവൻ ഡ്രൈ ഇറ്റ് ടു ദ ടെമ്പറേച്ചർ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവൻ ഡ്രൈ ചെയ്യുന്നത് 110 degree Celsiusലാണെന്നുള്ളത് നമുക്കറിയാം. അത്രയും ടെമ്പറേച്ചറിൽ തന്നെയാണ് ഇതാക്കുന്നത്. പക്ഷേ എന്താണ് അല്ലെങ്കിൽ ആ സ്പെസിമെന് വരുത്തുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ 12.5 mm പാസ് ചെയ്യുകയും 10 mm റീറ്റെയിൻ ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് സാമ്പിൾസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതാണ് നമ്മൾ ഓവൻ ഡ്രൈ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഫിൽ ദ സിലിണ്ടർ മെഷർ വിത്ത് ദ അഗ്രിഗേറ്റ് ഇൻ 3 layers, ഈച്ച് ലെയർ ബീങ് ടാംപ്ഡ് 25 times വിത്ത് ദ ടാമ്പിംഗ് റോഡ്. നമ്മൾ എന്ത് ചെയ്യും, 3 ലെയറുകളായിട്ടാണ് ഈ
മൗൾഡ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് അഗ്രിഗേറ്റ്സ് വെച്ചിട്ട്. അഗ്രിഗേറ്റ്സ് 3 ലെയറായിട്ട് ഫില്ല് ചെയ്യുമ്പോഴും ഓരോ ലെയർ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴും 25 തവണ ടാമ്പിംഗ് റോഡ് വെച്ചിട്ട് ടാമ്പ് ചെയ്യണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അഗ്രിഗേറ്റ്സ് ആയതുകൊണ്ട് അഗ്രിഗേറ്റ്സിൻ്റെ ഇടയിലുള്ള വോയിഡുകൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ അധികമാണ്. നല്ല രീതിയിൽ ടാമ്പർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ ഗ്യാപ്പ് ഒന്നും കറക്റ്റായിട്ട് ഫില്ലാവാതെ ഏതെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നിൽക്കുക. അപ്പോൾ കറക്റ്റ് ഒരു പ്രഷർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ ആ വോയിഡിലേക്ക് അങ്ങ് വീണു പോകും. അപ്പോൾ ആ വാല്യൂ കറക്റ്റായിട്ട് കിട്ടില്ല. നേരെ മറിച്ച് 25 ടൈംസ് ടാമ്പർ ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ വോയിഡ്സൊക്കെ മാക്സിമം ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആ കല്ലുകൾ അറേഞ്ച് ചെയ്യും. മാക്സിമം പറ്റുന്ന രീതിയിലേക്ക് അത് അറേഞ്ച് ചെയ്യും. അങ്ങനത്തെ രീതിയിൽ വേണം ടാമ്പർ ചെയ്യാൻ. അതിനുശേഷം എന്ത് ചെയ്യാം, വെയ് ദ നെറ്റ് വെയിറ്റ് ഓഫ് ദ അഗ്രിഗേറ്റ് ഇൻ ദ സിലിണ്ടർ മെഷർ. സിലിണ്ടറിൻ്റെ വെയിറ്റ് ആദ്യം എടുത്തിട്ട് പിന്നെ ആ മൊത്തത്തിലുള്ള സിലിണ്ടറും അഗ്രിഗേറ്റും കൂടിയുള്ള വെയിറ്റ് എടുക്കുക. എന്നിട്ട് സിലിണ്ടർ വെയിറ്റ് കുറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെറ്റ് വെയിറ്റ് കിട്ടും. ഫിക്സ് ദ കപ്പ് ഓൺ ദ ഇമ്പാക്ട് ടെസ്റ്റിംഗ് മെഷീൻ ഇൻ ദ പൊസിഷൻ ഓൺ ദ ബേസ് ഓഫ് ദ മെഷീൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ബേസ് പ്ലേറ്റിൽ ഈ വന്ന് നിൽക്കാവുന്ന തരത്തിൽ ഈ സിലിണ്ടർ പ്ലേസ് ചെയ്യാം. പ്ലേസ് ദ ഹോൾ സാമ്പിൾ ഇൻ ഇറ്റ് ആൻഡ് കോമ്പാക്ട് ഇറ്റ് ബൈ 25 സ്ട്രോക്സ് ആൻഡ് ബൈ ഓഫ് ദ ടാമ്പറിംഗ് റോഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാമ്പറിംഗ് റോഡ് വെച്ചിട്ട് 25 തവണ ഇതാക്കാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് 15 കിലോൻ്റെ അല്ലെങ്കിൽ 14.8 കിലോൻ്റെ ഒക്കെ ഹാമറുകളുണ്ട്, വലിച്ചുവിടാൻ പറ്റുന്ന, ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഹാമർ 350 മീറ്റർ ഹൈറ്റിൽ, അത് ആ ഹാമർ പൊന്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് മാക്സിമം എത്തി നിൽക്കുന്നത് 350 മീറ്ററിലാവും, MM-ലാവും. 350 MM ആ ഹൈറ്റിൽ വെച്ചിട്ട് വിടുക. അങ്ങനെയാണ് നമ്മളിതിൽ കോമ്പാക്ഷൻ ചെയ്യുന്നത്. 15 കിലോഗ്രാം വെയിറ്റുള്ള ഹാമർ വെച്ചിട്ട് ഇങ്ങനെ 15 തവണ ബ്ലോ ചെയ്യണം. ഇങ്ങനെ 15 തവണ അത് കോമ്പാക്ട് ചെയ്യണം. റിമൂവ് ദ സാമ്പിൾ ആൻഡ് സീവ് ത്രൂ ദ 2.36 mm സീവ് ആൻഡ് വേ ദ ഫ്രാക്ഷൻ ഓഫ് ദ പാസിംഗ് ഓഫ് ദ സീവ് ആസ് വെയിറ്റ് B. അതായത് ഇത് 15 തവണ കോമ്പാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ സാമ്പിൾ എടുത്തിട്ട് അതൊന്ന് കോമ്പാക്ട് ചെയ്ത് കറക്റ്റ് ആ സർക്കുലർ ഷേപ്പിലാവും നിൽക്കുന്നുണ്ടാവുക. അതൊന്ന് ലൂസാക്കി പിന്നെ 2.36 mm സീവിലൂടെ അത് കടത്തി വിടുമ്പോൾ എത്രത്തോളം പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആ പാസ് ചെയ്ത മെറ്റീരിയൽസ് എടുത്തിട്ട് വെയിറ്റ് എടുക്കുക, WB അല്ലെങ്കിൽ വെയിറ്റ് B എന്നുള്ളത്. എന്നിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാണ്. കാൽക്കുലേഷൻ ചെയ്യുമ്പോഴും ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്പാക്റ്റ് വാല്യൂ, അതായത് B/A × 100 എന്നുള്ളതാണ് നോക്കുന്നത്. എത്രത്തോളം പാസ് ചെയ്തു, എത്രത്തോളം ആയിരുന്നു അതിൻ്റെ ഒറിജിനൽ വെയിറ്റ് എന്നുള്ളത് നോക്കിയിട്ട് എത്ര പെർസെൻറ്റേജ് എന്നുള്ളത് നോക്കിയാൽ അതിൻ്റെ എന്ത് കണ്ടെത്താൻ പറ്റും നമുക്ക്, അതിന് എത്രത്തോളം ടഫ്നെസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടഫ്നെസ്സിൻ്റെ കാര്യമാണ് നമുക്ക് ഇതിന്ന് കിട്ടുന്നത്. ഇതിന് മുമ്പുള്ള ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന് എത്രത്തോളം ഹാർഡ്നെസ് ഉണ്ട് എന്നുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ വരുന്ന B പാർട്ടാണ് ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ വേരിയസ് ഫാക്ടർ ടു ബി കൺസിഡേർഡ് ഇൻ ദ പേയ്മെന്റ് ഡിസൈൻ. ഒരു പേയ്മെന്റ് ഡിസൈനിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ വേരിയസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീൽ ലോഡ് ഓഫ് ദ ഹെവി വെഹിക്കിൾസ് ഓർ ദ ട്രാഫിക് ലോഡ് എന്ന്. ഏത് പേയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും അത് ആദ്യം ചെയ്യുന്നത് ബെയർ ചെയ്യുന്നത് ആ ട്രാഫിക്കിനെയാണ്. എത്രത്തോളം വണ്ടികൾ വരുന്നുണ്ട് ആ ലോഡാണ് അത് അവർ ബെയർ ചെയ്യുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതായിരിക്കണം ബേസിക് സിഗ്നിഫിക്കൻറ്റ് ഫാക്ടർ. അതിനെ നിർണ്ണയിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇനി വരുന്ന റോഡുകളെ എങ്ങനെ വേണം ഡിസൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ ആ റോഡിന് എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ നോക്കാൻ. ആ വീൽ ലോഡ് ഓഫ് ദ ഹെവി വീൽ എന്നുള്ളതിന് സബ് ആയിട്ട് 3 വരുന്നുണ്ട്. അതിൽ പറയുന്നതാണ് വീൽ ലോഡ് ആൻഡ് കോണ്ടാക്ട് പ്രഷർ. അതായത് തിക്നെസ് ഓഫ് ദ പേയ്മെന്റ് ഇസ് ഡിസൈഡഡ് ബൈ ദ P ഇൻ ഓർഡർ ടു ലിമിറ്റ് ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദ സബ്ഗ്രേഡ് വിത്തിൻ ദ ലിമിറ്റ്സ്. അതായത് ഈ വണ്ടികൾ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രഷർ ഉണ്ട്, ടയർ പ്രഷർ മാത്രമല്ല. ഇപ്പോൾ ഒരു വെയിറ്റ് ഉള്ള വണ്ടി തന്നെ കൂടുതൽ ആക്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ടയറിൽ വരുന്ന പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറവാകും. ഇപ്പം നമുക്കറിയാലോ, ഒരു പെന്ന് വെച്ചിട്ട് നമ്മൾ കയ്യിൽ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ചിലപ്പോൾ വേദന കൂടും. നേരെ മറിച്ചിട്ട് ആ പെന്ന് കിടത്തി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സർഫസ് ഏരിയ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലാണ്. ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് വണ്ടികൾക്കും വരുന്നത്. കൂടുതൽ ആക്സിൽ വരുമ്പോൾ കൂടുതൽ ടയർ വരും, കൂടുതൽ കോണ്ടാക്ട് ഓഫ് സർഫസ് വരും. കോണ്ടാക്ട് ഓഫ് സർഫസ് കൂടുമ്പോൾ പ്രഷർ കുറയും. ആ കാരണം കൊണ്ട് തന്നെ ആ P എന്ന് പറയുന്ന പ്രഷറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. P ആണ് എന്ത് സംഭവിക്കുന്നത്, എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, തിക്നെസ് ഓഫ് ദ പേയ്മെന്റ്.
അപ്പോൾ ആ വണ്ടീനെ വെച്ചിട്ട് അല്ലെങ്കിൽ ആ എത്ര വീല് വരുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ആക്സിൽ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും. വീൽ ലോഡ് കോൺഫിഗറേഷൻ ഓഫ് ദ പേയ്മെന്റ് തിക്നെസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എഫക്റ്റീവ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ലോഡ് ഡ്യൂ ടു ദ വീൽ ലോഡ് അസംബ്ലി. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ വീൽ ലോഡ് അസംബ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല വണ്ടികൾക്കും പല തരത്തിലുള്ള ആക്സിലും അതിൻ്റെതായിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. ആ അസംബ്ലിനെ വെച്ചിട്ടും പേയ്മെന്റ് തിക്നെസ്സിന് മാറ്റങ്ങൾ വരുത്താം. അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു സീ പോർട്ട് എയർപോർട്ട് റോഡ് അല്ലെങ്കിൽ ഒരു ഹാർബർ ഉള്ള സ്ഥലത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഹെവി വെഹിക്കിൾസ് ആണ് പോവുക. അപ്പോൾ അവിടെ നിന്നുള്ള ആ റോഡിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കൂടുതൽ ആക്സിലുകളുള്ള കണ്ടെയ്നർ ലോറികളെ ബേസ് ചെയ്തിട്ട് വേണം വെക്കാൻ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് എത്രയോ റിപ്പീറ്റേഷനിൽ ആ വണ്ടികൾ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ വരുന്നതാണ് മാക്സിമം ടോട്ടൽ ലീഗൽ ലോഡ് ഓൺ ദ ടാൻഡം ആക്സിൽ എന്ന് പറയുന്നത്. ടാൻഡം ആക്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടീൻ്റെ ഓരോ ആക്സിലിനാണ് പറയുന്നത്. അതിൽ ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന് വരുന്നതിന് 19 ടൺസ് 19 ടണ്ണാണ് നമുക്ക് കയറ്റാൻ പറ്റുന്നത്. അങ്ങനെ ഈച്ച് ഇത് നട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടാൻഡം ആക്സിൽ നട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ആക്സിൽ എന്നാണ്. അതായത് ബാക്കിൽ ഇങ്ങനെ 2 വീല് അടുപ്പിച്ച് വരൂലേ, അങ്ങനെ വരുന്ന വണ്ടികൾക്കാണ് ടാൻഡം ആക്സിൽ എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ വണ്ടികൾക്ക് എത്രണ്ണം വരെ പോവാം? ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിനാണെന്നുണ്ടെങ്കിൽ 19 ടണ്ണ് വരെ എടുക്കാൻ പറ്റും. എന്നാൽ സിംഗിൾ ആക്സിൽ ഈച്ച് ആക്സിലിനാണെന്നുണ്ടെങ്കിൽ എത്ര എടുക്കാൻ പറ്റും? 9.5. ഇതിൻ്റെ നേരെ ഹാഫ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് ഇക്വാലന്റ് വീൽ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇക്വാലന്റ് വീൽ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ് ദ പോസിബിൾ ഡാമേജ് എഫക്റ്റ് ഓൺ ദ പേയ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റാൻഡേർഡ് ആക്സിയൽ ലോഡ്. ഒരു വണ്ടിക്ക് ഒരു സ്റ്റാൻഡേർഡ് ആക്സിയൽ ലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എത്ര വണ്ടി എത്ര റിപ്പീറ്റേഷനിൽ പോകും, എത്ര റിപ്പീറ്റേഷനിൽ പോയാൽ എങ്ങനത്തെ ഡാമേജുകൾ ഉണ്ടാവും എന്നുള്ളതിനൊക്കെയാണ് ഇക്വാലന്റ് വീൽ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 2500 കിലോ ഉള്ള ഒരു വണ്ടി പോവാണെന്ന് വിചാരിച്ചോ, 1,00,000 തവണ പോവുകയാണെന്നുണ്ടെങ്കിൽ 1 ലാക്ക് തവണ ആ റോട്ടിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഡാമേജ് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. 1 ലാക്ക് പ്രാവശ്യം പോയാലാണ് ഡാമേജിൻ്റെ ഇത് തുടങ്ങുകയെന്നുണ്ടെങ്കിൽ ഈ എന്ത് പറയാൻ പറ്റും, ഇക്വാലന്റ് വീൽ ലോഡ് ഫാക്ടർ ഓഫ് ഈ 2500 കിലോൻ്റെത് ഇവരെന്ത് ചെയ്യും, ഈ EWS എന്നുള്ളത് 1 എന്നുള്ള ഫാക്ടറായിട്ട് കൊടുക്കും. എന്നിട്ട് ഈ 1 വെച്ചിട്ടാണ് ബേസിക് ആയിട്ട് 1 എന്ന് കൊടുക്കും. പിന്നെ ഇപ്പോൾ ഉള്ളത് സേ ഫോർ എക്സാമ്പിൾ ഒരു 5000 കിലോൻ്റെ ഒരു വണ്ടിയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ വരിക ഒരു 75,000 പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ ഇവർ ഇതിനെന്ത് സംഭവിക്കും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനോടനുബന്ധികമായിട്ടുള്ള ഇതാണ് ഇവിടെ കൊടുക്കുക. 2500 ഒരു ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ 5000 2 ഫാക്ടർ, അങ്ങനെ പല ഫാക്ടേഴ്സും പോയിന്റ്സും ആയിട്ട് കൺക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. അതാണ് എന്ത് പറയുന്നത് ഇക്വലന്റ് വീൽ ലോഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ബി എന്ന് പറയുന്നത് ക്ലൈമറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഏത് തരത്തിലുള്ള ക്ലൈമറ്റ് ആണ്, ഏത് തരത്തിലുള്ള ടോപ്പോഗ്രഫി ആണ് എന്നുള്ളതും കൂടി നമ്മൾ അക്കോമഡേറ്റ് ചെയ്തിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. കാരണം ക്ലൈമറ്റിക് ഫാക്ടറിൽ വരുന്നത് വേരിയേഷൻ ഇൻ മോയ്സ്ചർ കണ്ടീഷനാണ്. പിന്നെ ഫ്രോസ്റ്റ് ആക്ഷനും വേരിയേഷൻ ഇൻ ദ ടെമ്പറേച്ചറും. വേരിയേഷൻ ഇൻ ദ മോയ്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റിൻ്റെ ഇടയിൽ കൂടെ ഈ പ്രസിപ്പിറ്റേഷൻ നടക്കാറുണ്ട്, ഏത് വെള്ളത്തിൻ്റെ. അപ്പോൾ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഹൈ ആണെന്നുണ്ടെങ്കിൽ കാപ്പിലറി ആക്ഷൻ കാരണം മേലോട്ട് വെള്ളത്തിൻ്റെ റൈസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ മേലോട്ട് വാട്ടറിൻ്റെ റൈസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലൂടെ ഈ പേയ്മെൻറ്റിൻ്റെ ഇടയിലൂടെ വെള്ളം ഈർന്ന് മേലോട്ട് പൊങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബൈൻഡിങ് പ്രോപ്പർട്ടീനെ എല്ലാത്തിനെയും അത് ബാധിക്കും. അതപ്പോൾ എന്ത് ചെയ്യും, മൊത്തത്തിൽ അത് ഡാമേജ് ആയിപ്പോകും. പിന്നെ പറയുന്നതാണ് സ്റ്റെബിലിറ്റി ഡിക്രീസസ് ഡ്യൂ ടു ദ സ്വെല്ലിംഗ് ആൻഡ് ഷ്രിങ്കേജ് ഹാപ്പൻസ്. ഈ വെള്ളത്തിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വികസിക്കുകയും ഷ്രിങ്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നത്. പിന്നെ ഫ്രോസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഈ വെള്ളം ഇതിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീസിങ് ടെമ്പറേച്ചർ എന്നറിയാം. അപ്പോൾ വെള്ളത്തിന് ഇറങ്ങാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും. വെള്ളം എന്നിട്ട് ഇറങ്ങി ഫില്ലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ടെമ്പറേച്ചർ ഡൗൺ ആയിച്ച് ഇപ്പോൾ രാവിലെ ആണ് മഴ പെയ്തത്, രാത്രി ആകുമ്പോഴേക്കിനും ഫ്രീസിങ് ടെമ്പറേച്ചർ ആവുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ രാവിലെ പെയ്ത മഴ കംപ്ലീറ്റ് ആ വെള്ളം കംപ്ലീറ്റ് ഇതിൻ്റെ വോയിഡ്സിലൊക്കെ ഫില്ല് ചെയ്ത് നിൽക്കും. രാത്രി അത് ഫ്രീസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്കറിയാം ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പാൻഡ് ആവും. നമ്മൾ ഈ കുപ്പിവെള്ളമൊക്കെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് വികസിക്കും, എക്സ്പാൻഡ് ചെയ്യും.
ഇപ്പോൾ ഗ്ലാസ് ആയിട്ടുള്ള എന്തെങ്കിലും കുപ്പിയാണ് ഫ്രീസറിൽ വെച്ചെന്നുണ്ടെങ്കിൽ ഗ്ലാസ് എന്തായാലും ഷുവറായിട്ട് പൊട്ടും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി കുറവ്, വെള്ളത്തിന് ഡെൻസിറ്റി, അതായത് ഐസിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ ഇവരെ എക്സ്പാൻഡ് ചെയ്യാണ്. അങ്ങനെയാണ് അതിൻ്റെ ഡെൻസിറ്റി കുറയുന്നത്. ആ എക്സ്പാൻഷൻ കാരണം എന്ത് സംഭവിക്കും? നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ള പേയ്മെൻറ്റ്സിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കും. പിന്നെ വരുന്നത് വേരിയേഷൻ ഇൻ ദ ടെമ്പറേച്ചറാണ്. അതായത് ഹോട്ട് വെതറിൽ പേയ്മെൻറ്റിൽ എന്ത് സംഭവിക്കാൻ പാടില്ല? അസ്ഫാൾട്ട് ലെയറിന് അതിൻ്റെ സ്റ്റിഫ്നെസ് നഷ്ടപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ കോൾഡ് വെതറിലാണെന്നുണ്ടെങ്കിൽ ഇത് വല്ലാണ്ട് കംപ്രസീവ് സ്ട്രെയിൻ ഒട്ടും എടുക്കാൻ പറ്റാത്ത, വെർട്ടിക്കൽ കംപ്രസീവ് സ്ട്രെയിൻ എന്നാണ് ഇതിൽ പറഞ്ഞത്. കംപ്രസീവ് സ്ട്രെയിൻ ഒട്ടും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് കംപ്രസ് ആയിട്ട്, തണുത്തിട്ട് നിൽക്കാനും പാടില്ല. കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നല്ലോ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റിന് ഒരു കൈൻഡ് ഓഫ് ഒരു എലാസ്റ്റിസിറ്റി, ഒരു ചെറിയൊരു സ്ട്രെയിൻ എടുക്കാനുള്ള ഒരു ഇതുണ്ട്. അതിൻ്റെ ഷേപ്പ് മാറും. ആ ഷേപ്പ് മാറുന്ന രീതിയിലാണ് ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഫെയിലിയറാണ്. അത് റോഡിൻ്റെ ക്വാളിറ്റീനെയും വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ ഉള്ള ഫ്രിക്ഷനും കാര്യങ്ങളിലൊക്കെ വ്യത്യാസം സംഭവിക്കും. ഇത്രയാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ എ പാർട്ടും ബി പാർട്ടും ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ ഇത്ര തന്നെ ഉള്ളൂ. ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി മൊഡ്യൂൾ 3ൻ്റെ എ പാർട്ടും ബി പാർട്ടും സോൾവ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു.